സ്ക്രീൻ ഓപ്പോസിറ്റ് ആയിട്ടാണോ കാണുന്നത്? തല തിരിഞ്ഞിട്ടാണോ കാണുന്നത്? അല്ല. കറക്റ്റ് അല്ല, റൊട്ടേറ്റഡ് ഒന്നും അല്ലല്ലോ. അല്ല. എന്റെ ഇമേജ് ഭയങ്കര വലുതാണോ? അതെ അല്ലേ, സൈസ് അതെ. കുറച്ച് വലുതാണല്ലേ. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയ. ഇപ്പൊ ഓക്കെയാ. ഓക്കെ. Correct. എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ക്ലിയർ ആണല്ലോ, എല്ലാം വിസിബിൾ ആണല്ലോ. യെസ് സർ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക് ആയിരുന്നു കോളിനർജിക് സിസ്റ്റം അല്ലെ. കോളിനർജിക് സിസ്റ്റം പഠിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതിൽ മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്തായിരുന്നു? അസറ്റൈൽ കോളിൻ ആയിരുന്നു അല്ലെ. അസറ്റൈൽ കോളിൻ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പൊ ഇന്ന് അസറ്റൈൽ കോളിന്റെ ഫുൾ കോളിനർജിക് സിസ്റ്റം, അതായത് അസറ്റൈൽ കോളിനും അസറ്റൈൽ കോളിന്റെ അനലോഗ്സും നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ വരച്ച ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അതായത് കോളിനർജിക് സിസ്റ്റം അസറ്റൈൽ കോളിനും അഡ്രിനാലിനും നമ്മുടെ ഹാർട്ടിനെ, ലങ്സിനെ, ഇത് കൂടാതെ തന്നെ കണ്ണിനെ, നമ്മുടെ ഇൻറ്റസ്റ്റൈനെ, പിന്നെ യൂറിനറി ബ്ലാഡറിനെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള ഒരു പിക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഓക്കെ, അതൊന്നും കൂടി ആ ഒരു പിക്ചർ കാണണോ? യെസ് സാർ. അല്ലേ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളിപ്പോ മെയിൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്തായിരുന്നു? ഡിസ്പ്ലേ എന്തെങ്കിലും പോയോ? ഒന്ന് ഹോൾഡ് ചെയ്യണം. ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല സാർ. ഒരു സെക്കൻഡ്. ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ. ക്ലിയർ ആണല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മെയിൻലി പഠിച്ചത് എന്തായിരുന്നു? അസറ്റൈൽ കോളിന്റെ സംഭവങ്ങളായിരുന്നു. അസറ്റൈൽ കോളിന്റെ അനലോഗ്സ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതായിരുന്നു എന്താണ്? അതാണ് കോളിനർജിക് സിസ്റ്റം. കോളിനർജിക് സിസ്റ്റം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ്. അതിൽ മെയിൻലി നമ്മൾ അസറ്റൈൽ കോളിൻ നമ്മൾ പഠിച്ചു. അസറ്റൈൽ കോളിൻ ഏതൊക്കെ റിസപ്റ്ററിലേക്കാണ് പോകുന്നത്? എൻ റിസപ്റ്ററിലേക്കും എം റിസപ്റ്ററിലേക്കും. ഇനി നമ്മൾ കോളിനർജിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ സിസ്റ്റത്തിന്റെ പേരെന്താണ്? ആന്റി കോളിനർജിക് സിസ്റ്റം. കോളിനർജിക്കിന്റെ ഓപ്പോസിറ്റ് പേരെന്താണ്? ആന്റി കോളിനർജിക് സിസ്റ്റം അല്ലെ. ആന്റി കോളിനർജിക് സിസ്റ്റം. അപ്പൊ ആന്റി കോളിനർജിക് സിസ്റ്റത്തിന്റെ മെയിൻ എഫക്ട് എന്തായിരിക്കും? അസറ്റൈൽ കോളിൻ ഇതിന് രണ്ടിനും സ്റ്റിമുലേറ്റ് അല്ലേ ചെയ്യാം. അപ്പോൾ ആന്റി കോളിനർജിക്സ് എന്താണ് ചെയ്യുന്നത്? ആന്റി കോളിനർജിക്സ് ഇതിന് ബ്ലോക്ക് ചെയ്യല്ലേ വേണ്ടേ അല്ലെ. ആന്റി കോളിനർജിക്സ് എന്ന് പറയുമ്പോൾ ഇതിന് ബ്ലോക്ക് ചെയ്യണം. അപ്പൊ ആന്റി കോളിനർജിക്സ് എന്താണ് ചെയ്യുന്നത്? എമ്മിനെയും ബ്ലോക്ക് ചെയ്യണം, എന്നിനെയും ബ്ലോക്ക് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് ആന്റി കോളിനർജിക് രണ്ട് ടൈപ്പ് കിട്ടി. ഫസ്റ്റ് വൺ എന്താണ്? മസ്കാരനിക് ബ്ലോക്കേഴ്സ്. എന്താണ്? മസ്കാരനിക് ബ്ലോക്കേഴ്സ്.
അല്ലേ? സെക്കൻഡ് വൺ എന്താണ്? നിക്കോട്ടിനിക് ബ്ലോക്കേഴ്സ് ആണ് അല്ലെ, എൻ റിസപ്റ്റർ ബ്ലോക്കർ ആണ്. എൻ റിസപ്റ്റർ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താണ് എൻ റിസപ്റ്ററിന്റെ രണ്ട് ടൈപ്പ്? രണ്ട് ടൈപ്പ് എന്താണ് എൻ റിസപ്റ്ററിന്റെ? ഒന്ന് പറയാമോ ആരെങ്കിലും? എൻ എന്നും എൻ എമ്മും അല്ലെ? എൻ എൻ റിസപ്റ്ററും ഉണ്ട്, എൻ എം റിസപ്റ്ററും ഉണ്ട്. ക്ലിയർ ആണോ? അപ്പോ ഹലോ, ക്ലിയർ ആണ് സർ. ക്ലിയർ ആണല്ലേ? ഓക്കെ. അപ്പൊ Clear എൻ ആണ്. എൻ റിസപ്റ്ററിനെ വിളിക്കുന്നതാണ് നമ്മൾ ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ്. അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ് എന്ന് വിളിക്കും, അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ നമ്മൾ അത് വിടാം. എൻ എം എവിടെയാണുള്ളത്? ന്യൂറോ എൻ മസ്കുലർ. എം വെരി ഗുഡ്, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അപ്പൊ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്കെലിറ്റൽ മസിലല്ല പ്രസന്റ്, മസിലിന്റെ അവിടെയല്ലേ ഉള്ളത്, മസിലിന്റെയും ന്യൂറോണിന്റെയും ഇടയിലല്ല. മസിലിന്റെയും ന്യൂറോണിന്റെ ഇടയിൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിനെ വിളിക്കുന്നതാണ് സ്കെലിറ്റൽ മസിൽ റിലാക്സർ അല്ലെ? സ്കെലിറ്റൽ മസിൽ റിലാക്സർ. ക്ലിയർ ആണോ? Yes, sir. അപ്പൊ Yes. നമ്മൾ ആന്റികോളിനർജിക്സിന്റെ ക്ലാസിഫിക്കേഷൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞ, ആന്റികോളിനർജിക്സ് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? ആന്റികോളിനർജിക്സ് എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? M and N. ഫസ്റ്റ് ഉള്ളതാണ് M and N. എം ബ്ലോക്കേഴ്സിന് നമ്മൾ മസ്കാരനിക് ബ്ലോക്കേഴ്സ് എന്ന് വിളിക്കും. മസ്കാരനിക് ബ്ലോക്കേഴ്സ് അതായത് ആന്റി മസ്കാരനിക് ഏജന്റ്സ് അല്ലെ? ആന്റി മസ്കാരനിക് ഏജന്റ്സ്. ഈ രണ്ടാമത്തെ എൻ നമ്മൾ വിട്ടു. നമ്മൾ ഇനി മെയിൻ ആയിട്ട് പഠിക്കാൻ പോകുന്നത് എൻ എം ആണ്. അപ്പൊ അത് മെയിനായിട്ട് അതെന്താണ്? സ്കെലിറ്റൽ Skeletal muscle മസിൽ relaxation. റിലാക്സൻ. വെരി ഗുഡ്. ഇത് രണ്ടും വളരെ നമ്മൾ പിന്നെ ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ് ഉണ്ട്, പക്ഷെ അത് അത്രയും ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ പറയുന്നില്ല. എന്നിലോ ഇതാണ് ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ് കേട്ടോ, ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ്. പക്ഷെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഈ എന്നിൽ നമുക്ക് ഒരു ഡ്രഗ് മാത്രമാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളൂ, അതാണ് നിക്കോട്ടിൻ. എന്താണ് നിക്കോട്ടിൻ? നിക്കോട്ടിൻ മാത്രമാണ് നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളൂ. നിക്കോട്ടിനും നിക്കോട്ടിന്റെ സൈഡ് എഫക്ട്സും നിക്കോട്ടിന്റെ സ്റ്റോപ്പേജും, നിക്കോട്ടിൻ സെസേഷൻ അതായത് സ്മോക്കിംഗ് സെസേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ട് എന്താണ് പഠിക്കാനുള്ളത്? സ്മോക്കിംഗ് സെസേഷൻ കേട്ടോ, സ്മോക്കിംഗ് സെസേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആന്റി മസ്കാരനിക് ഏജൻസിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ആന്റി മസ്കാരനിക് ഏജൻസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് ആന്റി മസ്കാരനിക് ഏജന്റ്. മെയിൻ ആയിട്ടുള്ള ആന്റി മസ്കാരനിക് ഏജന്റ് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? ഒരെണ്ണം നമ്മൾ എല്ലാത്തിലും പഠിച്ചിട്ടില്ലേ, ഒ പി പോയിസൺ ഉണ്ടല്ലോ. ഒ പി പോയിസണിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? ഒ പി പോയിസണിലെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? നലോക്സോൺ. എന്താണ്? Naloxone. ഒ പി പോയിസൺ അട്രോപ്പിൻ. അല്ലല്ല, അത് മോർഫിൻ പോയിസണിങ് അല്ലേ? അട്രോപ്പിൻ. നലോക്സൺ ഏതാണ്? മോർഫിൻ പോയിസൺ. Atropine. അട്രോപ്പിൻ. അട്രോപ്പിൻ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയില്ല, അട്രോപ്പിൻ ആണ് മെയിൻ ഡ്രഗ്. ഓക്കെ, അപ്പൊ അട്രോപ്പിൻ എന്താണ്? മസ്കാരനിക് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആന്റി മസ്കാരനിക് ഏജന്റിലെ മെയിൻ ഡ്രഗ് എന്താണ്? അട്രോപ്പിൻ. നമുക്ക് ആന്റി മസ്കാരന്റെ പ്രോട്ടോടൈപ്പ് എക്സാമ്പിൾ എന്താണ്? എട്രോപ്പിൻ കേട്ടോ. അട്രോപ്പിൻ മസ്കാരനിക് റിസപ്റ്ററിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അട്രോപ്പിൻ ആണ് മെയിൻ ഡ്രഗ്. പക്ഷെ നമ്മളിപ്പോ ക്ലാസിഫിക്കേഷൻ പഠിക്കാനായിട്ട് കുറെ രീതിയുണ്ട്. സിന്തറ്റിക്, സെമി സിന്തറ്റിക്, നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ രീതിയിൽ നമുക്ക് പഠിക്കാം. പക്ഷെ നമ്മൾ ആ ഒരു രീതിയൊക്കെ വിട്ടിട്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഒരു രീതിയിൽ പഠിക്കാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഡയഗ്രാമിൽ കണ്ണിന് എഫക്ട് ചെയ്യും, ബ്രെയിനിന് എഫക്ട് ചെയ്യും, അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓരോ സിസ്റ്റത്തിലുള്ള ആന്റി മസ്കാരനിക് ഏജന്റ് പഠിക്കാം. നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫസ്റ്റ് നമ്മൾ ആലോചിക്കുന്നത് ബ്രെയിനിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ഡ്രഗ്, നമ്മുടെ ആന്റി മസ്കാരനിക് ഏജന്റ് ബ്രെയിനിൽ ആക്ട് ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. രണ്ടാമത് നമുക്ക് കണ്ണിൽ ആക്ട് ചെയ്യുന്നത് പഠിക്കാം. ഓക്കെ, മൂന്നാമത് നമ്മൾ ഹാർട്ടിലും ലങ്ങിലും ആന്റി മസ്കാരനിക് ഏജന്റ്സിന് വലിയ റോളില്ല കേട്ടോ. അടുത്തത് പഠിക്കുന്നത് എന്താണ്? GIT, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സിസ്റ്റത്തിൽ പഠിക്കാം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ അല്ലെ? ഇതാണ് നമ്മൾ എല്ലാത്തിനും നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത് അല്ലെ? അപ്പോ കോളിനർജിക് സിസ്റ്റം ബ്രെയിനിൽ ബ്ലോക്ക് ചെയ്ത് എന്താ ഉണ്ടാവുക? അല്ലെങ്കിൽ അത് നമുക്ക് വിടാം. കോളിനർജിക് സിസ്റ്റം കണ്ണിൽ ആക്ടിവേറ്റ് ചെയ്ത് എന്താ ഉണ്ടാവുക? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലേ, കണ്ണിൽ എന്താണ് ഉണ്ടാവുന്നത്? ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? Dryness. അല്ലല്ല, മയോസിസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചില്ലേ മയോസിസ്? മയോസിസ് എന്ന് പറഞ്ഞാൽ കണ്ണ് ചെറുതാവും യൂഷ്വലി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ഡയഗ്രാം വീണ്ടും എടുക്കണോ? ഞാൻ ഒന്ന് ആ ഡയഗ്രാമിലേക്ക് ഒന്ന് പോകാം. ആ ഡയഗ്രാം ഒന്ന് പഠിച്ചാലും നമുക്കിത് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ.
നമ്മൾ കോളിനർജിക്സിൽ പഠിച്ചത് തുടക്കത്തിലെ ഒരു ഡയഗ്രാം പഠിച്ചില്ലേ? ഓക്കെ, ഈ ഡയഗ്രാം പഠിച്ചത് ഓർമ്മയുണ്ടാവും? ഈ ഡയഗ്രാം പഠിച്ചത് ഓർമ്മയുണ്ടോ ലാസ്റ്റ് ക്ലാസ്സിൽ? ഓക്കെ, കോളിനർജിക് സിസ്റ്റം കണ്ണിന് എന്താണ് ചെയ്യുന്നത്? കണ്ണിനെ മയോസിസ് ചെയ്യുന്നു. കണ്ണിനെ മയോസിസ് ചെയ്യുന്നു. മയോസിസ് ചെയ്യുമ്പോൾ ഗ്ലോക്കോമ ട്രീറ്റ്മെന്റിൽ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ? ഓക്കെ, അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, കോളിനറി സിസ്റ്റം മയോസിസ് ചെയ്യുന്നു. അപ്പൊ കോളിനർജിക് ബ്ലോക്ക് ചെയ്ത് എന്തുണ്ടാവും? കണ്ണില് മിഡ്രിയാസിസ് വരും, കണ്ണ് തുറക്കും അല്ലെ? കണ്ണ് തുറക്കും. ഡയലറ്റേഷൻ ഉണ്ടാവും. അതിനെന്താ വിളിക്കുക? മിഡ്രിയാസിസ്. നേരെ ഓപ്പോസിറ്റ് ആണ്, പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ കോളിനറി സിസ്റ്റത്തിൽ നമ്മൾ വയറിന് എന്താ ഉണ്ടാവുക? വയറിന്റെ അവിടെ എന്താ ഉണ്ടാവുക? ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാം ഫാസ്റ്റ് ആവും, നമ്മുടെ ഇൻഡസ്റ്റൈൻ കൺട്രാക്ട് ചെയ്യും, നമുക്ക് വാഷ്റൂമിലൊക്കെ പോകാൻ തോന്നും അല്ലെ? വിശപ്പും എല്ലാം കൂടും അല്ലെ? അപ്പൊ അത് ബ്ലോക്ക് ചെയ്ത് എന്താ ഉണ്ടാവുക? ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കൺട്രാക്ഷൻ കുറയും, വയറിന്റെ കൺട്രാക്ഷൻ കുറയും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. കൺട്രാക്ഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ചിലപ്പോൾ വയറുവേദന വരുമ്പോൾ അല്ലെങ്കിൽ വയറിന് ഇൻഫെക്ഷൻ വരുമ്പോൾ ഒരുപാട് വയറിന്റെ കൺട്രാക്ഷൻ കൂടും. വയറിലിങ്ങനെ ഒരുമാതിരി നമുക്ക് എന്തോ അപകടമായി തോന്നില്ലേ? അപ്പൊ നമ്മളൊരു മരുന്ന് കൊടുക്കും. എന്താണ്? ആന്റി സ്പാസ്മോഡിക് അല്ലെ? ആന്റി സ്പാസ്മോഡിക് അല്ലേ കൊടുക്കുക? ആന്റി സ്പാസ്മോഡിക് എന്ന് പറഞ്ഞാൽ വയറിന്റെ സ്പാസം കൊടുക്കാനുള്ളത്. അപ്പൊ അതിവിടെയാണ് അല്ലെ? ഇനി നമുക്കൊരു യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. പിന്നെ വേറെ കുറച്ച് കണ്ടീഷൻ കൂടി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ഓവർ ആക്റ്റീവ് ബ്ലാഡർ. ബ്ലാഡർ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബാക്ടീരിയ ഇതൊക്കെ ചെന്നിട്ട് നമ്മളെ നമ്മൾ ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഒരു കാണുന്നില്ല, ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യും കേട്ടോ. ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. അതിനാണ് നമ്മൾ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് നമ്മൾ നമ്മുടെ കോളിനറി സിസ്റ്റം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ ഓവർ ആക്ഷൻ മാറി കിട്ടില്ലേ? ഇവിടുത്തെ ആക്ഷൻ കുറഞ്ഞു കിട്ടില്ലേ? അപ്പോ ഇറ്റ് ഈസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ അല്ലേ? ഓവർ ആക്റ്റീവ് ബ്ലാഡറിന്റെ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യും. ഈ കണ്ണിൽ നമ്മൾ എന്തിനാണ് മിഡ്രിയാസിസ് ഉണ്ടാക്കുന്നത്? നമ്മളിപ്പോ ഒഫ്താലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം, കണ്ണ് ഡയലേറ്റ് ചെയ്യണം. കണ്ണ് ഡയലേറ്റ് ചെയ്താലും നമുക്ക് ഫണ്ടോസ്കോപ്പി ചെയ്യാൻ പറ്റും. പ്യൂപ്പിൽ ഡയലേറ്റ് ചെയ്താലും അതാണ് നമുക്ക് എന്താണ് റിഫ്രാക്ട് നമ്മുടെ നമ്മൾ അത് ഡയലേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫണ്ടോസ്കോപ്പി ചെയ്യാൻ പറ്റുക. മനസ്സിലായി? ഫണ്ടോസ്കോപ്പി എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ റെറ്റിനെ നോക്കാൻ പറ്റുക. അപ്പൊ ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ മിഡ്രിയാറ്റിക്. എന്താണ് മിഡ്രിയാറ്റിക്? ഫോർ ഐ ടെസ്റ്റിംഗ് അല്ലെ? മിഡ്രിയാറ്റിക്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനി ബ്രെയിനിൽ എന്തുണ്ടാവുന്നത്? ബ്രെയിനിൽ ഞാനിപ്പോ ഒരു അസുഖത്തിനെ പറ്റി പറയാം. പാർക്കിൻസോൺസ് എന്ന് പറഞ്ഞൊരു അസുഖം കേട്ടോ. പാർക്കിൻസോൺസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർക്കിൻസോൺസിൽ ഒന്നല്ലെങ്കിൽ ഡോപ്പമിന്റെ അളവ് കുറയാം, അല്ലെങ്കിൽ അസറ്റൈൽ കോളിന്റെ അളവ് കൂടാം. മനസ്സിലായി? അപ്പൊ നമുക്ക് അസറ്റൈൽ കോളിന്റെ അളവ് ബ്രെയിനിൽ കുറയ്ക്കണം. അപ്പൊ അസറ്റൈൽ കോളിന്റെ അളവ് ബ്രെയിനിൽ കുറയ്ക്കാനുള്ള ഡ്രഗിന്റെ പേരാണ് സെൻട്രലി ആക്ടിങ് ആന്റികോളിനർജിക്. അപ്പൊ സെൻട്രലി ആക്ടിങ് ആയിട്ടുള്ള ആന്റികോളിനർജിക് വേണം. അപ്പൊ സെൻട്രലി ആക്ടിങ് ആന്റികോളിനർജിക്കിന്റെ പേരെന്താണ്? ട്രൈഹെക്സിഫെനിഡിൽ. കേട്ടിട്ടുണ്ടോ? ട്രൈഹെക്സിഫെനിഡിൽ. ഇതിനാണ് ബെൻസെക്സോൾ എന്ന് വിളിക്കുന്നത്. ബെൻസെക്സോൾ. ഇതെന്താ ചെയ്യുന്നത്? ബ്രെയിനിൽ ACHന്റെ അളവ് കുറയ്ക്കും. അല്ലെ? എന്താണ് ബ്രെയിനിൽ സെൻട്രലി ആക്ടിങ് ആന്റികോളിനർജിക്കിന്റെ പേരെന്താണ്? ബെൻസെക്സോൾ അല്ലെങ്കിൽ ട്രൈഹെക്സിഫെനിഡിൽ. ഇതെന്താണ് ചെയ്യുന്നത്? അസറ്റൈൽ കോളിന്റെ അളവ് ബ്രെയിനിൽ കുറയ്ക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് പാർക്കിൻസോണിസം അല്ലേ? കണ്ണിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് മിഡ്രിയാസിസ്. അപ്പൊ നമ്മൾ കണ്ണിന്റെ ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം ഒന്നും ആർക്കെങ്കിലും സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? ബ്രെയിനിൽ നമുക്ക് ആദ്യം തുടങ്ങാം. യൂറിനറി ബ്ലാഡർ യൂഷ്വലി കോളിനറി സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലാഡറിന്റെ കൺട്രാക്ഷൻ കൂടുന്ന കണ്ടീഷനിൽ നമുക്ക് ബ്ലാഡറിന്റെ കൺട്രാക്ഷൻ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ഡ്രഗാണ് കൊടുക്കേണ്ടത്? ബ്ലാഡറിന് കൊടുക്കേണ്ടത് ആന്റികോളിനർജിക് ആണ്, ആന്റി മസ്കാരിനിക് ഏജന്റ് ആണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. വയറിന്റെ കൺട്രാക്ഷൻ കൂടുന്ന കേസിൽ കൺട്രാക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ആന്റിസ്പാസ്മോഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആന്റികോളിനർജിക് ആണ് അല്ലെ? ഇനി കണ്ണിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മിഡ്രിയാസിസ് ഉണ്ടാക്കണം. അപ്പൊ മിഡ്രിയാസിസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സിനെ നമ്മൾ എന്താണ് വിളിക്കുക? അതും ആന്റികോളിനർജിക് ആണ് അല്ലെ? പിന്നെ ബ്രെയിനിൽ പാർക്കിൻസോണിസത്തിൽ എന്താണ് ഉണ്ടാവുന്നത്?
or increase acetylcholine. അസറ്റൈൽ കോളിൻ. അപ്പൊ അസറ്റൈൽ കോളിൻ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കണം? സെൻട്രലി ആക്ടിങ് ആന്റിമസ്കാരനിക് ഏജന്റ് കൊടുക്കണം. അപ്പൊ സെൻട്രലി ആക്ടിങ് ആന്റികോളിനർജിക്കിന്റെ പേര് അല്ലെങ്കിൽ ആന്റിമസ്കാരനിക്കിന്റെ പേര് എന്താണ്? ട്രൈഹെക്സിഫെനിഡിൽ അല്ലെങ്കിൽ ബെൻഹെക്സോൾ. ഓക്കെ, ഇനി നമ്മൾ ഇതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമ്മൾ മിഡ്രിയാറ്റിക് പഠിച്ചു. മിഡ്രിയാറ്റിക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? മിഡ്രിയാറ്റിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് യൂഷ്വലി നമ്മുടെ കണ്ണ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഇരിക്കും. നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്തേ കൊടുക്കും അല്ലെ? പ്യൂപ്പിൾസ് യൂഷ്വലി നമുക്ക് ഇങ്ങനെയാണ് ഇരിക്കുക. ഈ പ്യൂപ്പിളിനെ നമ്മൾ ഇങ്ങനെ ഡയലേറ്റ് ചെയ്യണം അല്ലെ? ഇങ്ങനെ ഡയലേറ്റ് ചെയ്യണം, ഇത്രയും ഡയലേറ്റ് ചെയ്യണം. ഡയലേറ്റ് ചെയ്താലും നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലെ? മനസ്സിലായോ? അപ്പൊ മിഡ്രിയാറ്റിക്കിന്റെ എക്സാമ്പിൾ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടോ? മിഡ്രിയാറ്റിക് ഡ്രഗ്സ് നമ്മൾ എല്ലാവരും യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് എട്രോപ്പിൻ. അട്രോപ്പിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വീക്ക് വരെ നിൽക്കും. 1 വീക്ക് കണ്ണ് തുറന്നിരിക്കും. കണ്ണിങ്ങനെ തുറന്നിരുന്നെങ്കിൽ കണ്ണ് നമുക്ക് അറിയാം. കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കണ്ണ് ബ്ലറോ, നമുക്ക് വണ്ടി ഓടിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. 1 വീക്ക് നമുക്ക് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇനി നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് അട്രോപ്പിനെ നമ്മൾ കണ്ണിന് വേണ്ടി ആക്ട് ചെയ്യാൻ വേണ്ടി മാത്രം മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഡ്രഗ് ഉണ്ട്. അതിന്റെ പേരെന്താണ്? സൈക്ലോപെന്റോലേറ്റ്. പിന്നെ ട്രോപ്പിക്കമൈൻ. കേട്ടിട്ടുണ്ടോ? ഓക്സൈഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാം. സൈക്ലോപെന്റോലേറ്റും ട്രോപ്പിക്കമൈൻ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സൈക്ലോപെന്റോലേറ്റിന്റെ ആക്ഷൻ ഇത് ഒരു വട്ടം ഡ്രോപ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അരമണിക്കൂറും കൂടുമ്പോൾ ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുക ചെയ്യുക. അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കൂടുമ്പോൾ അങ്ങനെ 3 വട്ടം നമ്മൾ ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആക്ഷൻ 24 hours നിൽക്കും. പക്ഷേ ട്രോപ്പിക്കമൈൻ്റെ ആക്ഷൻ 6 മണിക്കൂറേ നിൽക്കുള്ളൂ. അട്രോപ്പിന്റെ ആക്ഷൻ എത്രയാണ്? 2 വീക്സ് നിൽക്കും. 1 വീക്ക് നിൽക്കും. സോറി, 1 വീക്ക് നിൽക്കും. അട്രോപ്പിൻ യൂസ് ചെയ്യുന്ന സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ചില പേഷ്യന്റിന് മിഡ്രിയാസിസ് ആക്കിയിട്ട് നിൽക്കണം. അപ്പൊ അതിനൊക്കെയാണ് അട്രോപ്പിൻ യൂസ് ചെയ്യുക. ട്രോപ്പിക്കമൈഡ് ആണ് നമ്മൾ യൂഷ്വലി നമ്മൾ ഓഫ്താലിൽ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ ട്രോപ്പിക്കമൈഡ് ആണ് യൂസ് ചെയ്യുക. മനസ്സിലായോ? ട്രോപ്പിക്കമൈഡ് യൂസ് ചെയ്യുമ്പോൾ 6 hours നിൽക്കുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തതിന്റെ വീട്ടിലൊക്കെ പോകുമ്പോഴേക്കും ശരിയാണ്. അപ്പൊ നമ്മൾ അട്രോപ്പിനെ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയതാണ് സൈക്ലോപെൻ. എല്ലാ ഡ്രഗ്സോടെ പഠിക്കുന്നത് അട്രോപ്പിനെ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പൊ നമ്മൾ സൈക്ലോപെന്റിലേറ്റും ട്രോപ്പിക്കമൈഡ് ഇത് കണ്ണിൽ മാത്രം ആക്ട് ചെയ്യുള്ളൂ, വേറെ സ്ഥലത്തേക്ക് ഒന്നും ആക്ട് ചെയ്യില്ല. അട്രോപ്പിനാണെങ്കിൽ എല്ലായിടത്തും ആക്ട് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ മിഡ്രിയാറ്റിക്സ് പഠിച്ചു അല്ലെ? ഫസ്റ്റ് പിന്നെ ബ്രെയിനും പഠിച്ചു. ബ്രെയിനിലുള്ള ആന്റികോളർജിക്കിന്റെ യൂസും പഠിച്ചു. ഇനി നമ്മൾ നമുക്ക് വയറുവേദന, ഇപ്പൊ സ്പാസ്മോഡിക് വയറുവേദന എന്താ പറയുക, നമുക്കിപ്പോ ഒരു GIT ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രൈറ്റിസ് മാതിരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന ഭയങ്കര വയറിലെ സ്പാസ്മോഡിക് പെയിൻ, ഇങ്ങനെ വലിയുന്ന മാരത്തെ വേദന ഉണ്ടെങ്കിൽ നമ്മൾ ആന്റിസ്പാസ്മോഡിക് പ്രിസ്ക്രൈബ് ചെയ്യും. ഒരു ആന്റിസ്പാസ്മോഡിക്കിന്റെ എക്സാമ്പിൾ പറയാമോ? ആ സ്പാസിലുള്ള ഡ്രഗ് എന്താണ്? അതിന്റെ കണ്ടന്റ് എന്താണ്? ഫോളിക് ആസിഡോ? കണ്ടന്റ് എന്താണ്? അല്ലല്ല, ഒന്ന് പറയുമെന്ന് ആലോചിച്ച് നോക്കൂ. അയോസിൻ ആന്റിസ്പാസ്മോഡിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. സൈക്ലോ എന്താണ്? സൈക്ലോ ആ എന്താണ് ഡൈസൈക്ലോമിൻ. വളരെ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഡൈസൈക്ലോമിൻ ആണ് കേട്ടോ. ഡൈസൈക്ലോമിൻ ആണ് ആന്റിമസ്കാരൻ. ബാക്കിയുള്ള ഡ്രഗ്സിന്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ പറയാം. നമ്മൾ GIT നമ്മൾ സ്പാസം കുറയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗിന്റെ പേര് എന്താണ്? ഡൈസൈക്ലോമിൻ. ഇതേമാതിരി നമ്മൾ ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് കൊടുക്കുന്ന ഡ്രഗ്സിന്റെ പേര് എന്താണ്? ഓവർ ആക്റ്റീവ് ബ്ലാഡർ നമ്മൾ ഓവർ ആക്ട് ചെയ്യുന്നത് ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഓക്സിബ്യൂട്ടിനിൻ, ഫ്ലാവോക്സേറ്റ് കേട്ടിട്ടുണ്ടോ? ഫ്ലാവോക്സേറ്റ് ഇത് കേട്ടിട്ടുണ്ടോ? സോളിഫിനാസിൻ, ഡാരിഫിനാസിൻ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഇത് ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ്. ഓക്സിബ്യൂട്ടിനിൻ എന്നോട് പറഞ്ഞേ. ഓക്സിബ്യൂട്ടിനിൻ, ഫ്ലാവോക്സേറ്റ്, സോളിഫിനാസിൻ, ഡാരിഫിനാസിൻ. ക്ലിയർ ആണോ?
ഓക്കെ, അപ്പൊ നമ്മൾ ആന്റി മസ്കാരനിക് ഏജൻസ് പഠിച്ചില്ലേ? ആന്റി മസ്കാരനിക് ഏജൻസിന്റെ ക്ലാസിഫിക്കേഷൻ എനിക്കൊന്ന് പറഞ്ഞു തരണം. ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത്, പെട്ടെന്ന് ഒന്ന് സമ്മറൈസ് ചെയ്ത്. ഫസ്റ്റ് ഹെഡിൽ ആക്ട് ചെയ്യുന്നത്, ബ്രെയിനിൽ ആക്ട് ചെയ്യണത് എന്താണ്? സെൻട്രലി ആക്ടിങ് ആന്റി മസ്കാരനിക് ഏജന്റ് അല്ലെ? ആന്റി മസ്കാരനിക് ഏജന്റ് എന്താണ്? അതിന്റെ പേരെന്താണ്? ബെൻസെക്സോൺ. അവരെണ്ണം പഠിച്ചു. ഇനി നമ്മൾ പഠിച്ചത് കണ്ണില് മിഡ്രിയാസിസ് ഉണ്ടാക്കാനായിട്ടുള്ള മിഡ്രിയാറ്റിക്സിന്റെ പേരെന്താണ്? Cyclopentylate or tropicamide. Tropicamide or cyclopentylate. ട്രോപ്പിക്കമൈഡിന്റെ ആക്ഷൻ എന്താണ്? എത്ര നേരമാണ്? 6 അവർ. സൈക്ലോപെൻഡിലേറ്റ് 24 hours. 24. ഇനി വയറിൽ GIT സ്പാസം കുറയ്ക്കാനായിട്ടുള്ളത്, വയറിൽ ആന്റി സ്പാസ്മോഡിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഡൈസൈക്ലോമിൻ. വെരി ഗുഡ്, ഡൈസൈക്ലോമിൻ. പിന്നെ നമുക്ക് ലാസ്റ്റ് പഠിച്ചത് എന്താണ്? ബ്ലാഡർ, ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? ഓവർ ആക്റ്റീവ് ബ്ലാഡറിന്റെ ട്രീറ്റ്മെന്റ്. സോളിഫിനാസിൻ, ഫ്ലാവോക്സേറ്റ്, ഓക്സിബ്യൂട്ടിൻ ഒക്കെ കേട്ടോ. അറ്റ്ലീസ്റ്റ് 2 ഡ്രഗെങ്കിലും പഠിച്ചിരിക്കാം. ഓക്കെ, ഇനി ഒരു ഡ്രഗ് കൂടി ഞാൻ പറഞ്ഞു പോയി. നമ്മളിപ്പോ അനസ്തേഷ്യയിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ഓർമ്മയുണ്ടോ? അനസ്തേഷ്യക്ക് മുന്നേ നമ്മൾ കുറച്ച് കൊടുക്കേണ്ട ഡ്രഗ്സ് ആയിട്ട് ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ നമുക്ക് അനസ്തേഷ്യ കൊടുക്കാനായിട്ട് മുന്നേ നമുക്ക് സെക്രേഷൻ കുറയ്ക്കണ്ടേ? നമുക്ക് ഇങ്ങനെ ഒരുപാട് സലൈവ ഒന്നും സെക്രേറ്റ് ചെയ്യാൻ പാടില്ല. അത് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രേറ്റ് അപ്പൊ ആന്റി സെക്രേറ്ററി കുറയ്ക്കാനായിട്ട് കുറച്ച് ഡ്രഗ്സ് യൂസ് ചെയ്യും. എന്താണ്? ആന്റി സെക്രേറ്ററി ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗിന്റെ പേരെന്താണ്? ഗ്ലൈക്കോപൈറലേറ്റ് കേട്ടോ. ഗ്ലൈക്കോപൈറലേറ്റ് കേട്ടോ. അപ്പൊ ഇത്രയും ഡ്രഗ്സ് നമ്മൾ പഠിക്കുമ്പോൾ ആന്റി മസ്കാരനിക് ഏജൻസ് പഠിച്ചു കഴിഞ്ഞു. എളുപ്പമല്ലേ? വലിയ ഡിഫിക്കൽട്ട് ഇല്ല. നമ്മൾ നേരത്തെ പഠിച്ച ഓർഗൻസ് പഠിച്ചിട്ട് ആ ഓർഗനിൽ കോളിനറി സിസ്റ്റത്തിന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കുക. അപ്പൊ നമുക്ക് മസ്കാരനിക്കിന്റെ ആക്ഷൻ കിട്ടും. അപ്പൊ മസ്കാരനിക് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ ആക്ട് ചെയ്യും, കണ്ണിൽ ആക്ട് ചെയ്യും, വയറിൽ ആക്ട് ചെയ്യും, ബ്ലാഡറിൽ ആക്ട് ചെയ്യും. സിമ്പിൾ അല്ലേ? സാർ, ഒരു ഡൗട്ട് സാറേ, ഈ പറഞ്ഞോ. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ബ്ലാഡർ എപ്പോഴും ഒരു ഇറിറ്റേഷൻ ബ്ലാഡറിന് ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. അപ്പൊ നമ്മൾ ഓവർ ആക്റ്റീവ് ബ്ലാഡറിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതാണ്. ട്രീറ്റ്മെന്റ് ഓഫ് ഓവർ ആക്റ്റീവ് ബ്ലാഡറിനാണ്. ഞാൻ ട്രീറ്റ്മെന്റ് ഓഫ് ഓവർ ആക്റ്റീവ് ബ്ലാഡർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോവാം. എൻ റിസെപ്റ്റർ ബ്ലോക്കർ, നിക്കോട്ടിക് ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കോട്ടിക് റിസെപ്റ്റർ 2 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞേ? എന്നും NMO അല്ലേ? NM എന്ന് പറഞ്ഞാൽ സ്കെൽറ്റൽ മസിൽ റിലാക്സന്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. N ബ്ലോക്കേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ NM ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ വിളിക്കുക സ്കെലിറ്റൽ മസിൽ റിലാക്സന്റ്. NN എന്ന് പറഞ്ഞാൽ ഗാംഗ്ലിയോണിക് ബ്ലോക്കേഴ്സ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ NN സ്റ്റിമുലേറ്റ്, നമ്മൾ ബ്ലോക്കേഴ്സിനെ പറ്റി പഠിക്കുന്നില്ല. NN സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് നിക്കോട്ടിക് റിസെപ്റ്ററിൽ നിക്കോട്ടിൻ അല്ല സ്റ്റിമുലേറ്റ് ചെയ്യുക, നിക്കോട്ടിൻ ആണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിക്കോട്ടിൻ എന്ന് പറഞ്ഞാൽ സിഗരറ്റിലത്തെ ഒരു കണ്ടന്റ് മാത്രമാണ് അല്ലെ? ഇപ്പൊ നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിക്കോട്ടിൻ എന്താ ചെയ്യുന്നത്? ഹാർട്ട് റേറ്റ് കൂട്ടും. ഈവൻ തോ ഇത് N റിസെപ്റ്ററിൽ പഠിച്ചാൽ ആദ്യം തന്നെ ഹാർട്ട് റേറ്റ് കൂടും. അതുകൊണ്ട് ഹാർട്ട് റേറ്റ് കൂടാൻ തുടങ്ങും. പക്ഷെ ഇത് ഹൈ ഡോസിൽ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് കുറയ്ക്കും. മനസ്സിലായോ? ഇപ്പൊ നിക്കോട്ടിൻ ആക്ച്വലി ഹാർട്ടിന് സ്ട്രെസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹാർട്ടിന് കൂടുതൽ പമ്പ് ചെയ്യാൻ ഹാർട്ടിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ കുറെ നാളുകൾ ചെല്ലുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസലൊക്കെ കട്ട് ചെയ്യും. സ്മോക്കിംഗിലുള്ള ആൾക്കാർ ബ്ലഡ് വെസൽ കട്ട് ചെയ്യും. അതിനാണ് നമ്മൾ ആർട്ടീരിയോസ്ക്ലെറോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാരണം കൊണ്ടാണ് സ്മോക്കിങ്ങിന്റെ സൈഡ് എഫക്ട് വരുന്നത്. ഒന്ന് നിക്കോട്ടിൻ കൊണ്ട് എന്താണ്? നിക്കോട്ടിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നും. എന്താണ്? ഇതൊരു കോളിനർജിക് മൈമറ്റിക് ആണ്. കോളിനർജി സിസ്റ്റത്തിൽ നമ്മളോട് പഠിച്ചില്ലേ, വാഷ്റൂമിൽ പോകാൻ തോന്നും. ഈ എഫക്ട്സ് എല്ലാം ഉണ്ടാവും. അസ്റ്റൽക്കോളിന്റെ എഫക്ട്സ് എല്ലാം ഉണ്ടാവും. ഫുള്ള് റിലാക്സ് ചെയ്യുമ്പോൾ GIT ഇങ്ങനെ ഫുള്ള് കൺട്രാക്ട് ചെയ്ത് തോന്നും. സ്പിങ്ക്ടർ ഒക്കെ ഓപ്പൺ ആവും. നമുക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകാൻ തോന്നും, യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. ആ എഫക്റ്റ് ഒക്കെ ഉണ്ട്. അത് കൂടാതെ തന്നെ ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യും.
ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും. എപ്പോഴും ഹാർട്ട് ഇങ്ങനെ കൂടുതൽ പമ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ കട്ടിങ് കൂടും, വെസലിന്റെ കട്ടിങ് കൂടും. ഈ ബ്ലഡ് വെസലിന്റെ കട്ടി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടോ ബ്ലഡ് വെസൽ തിക്കനാവും, തിക്ക് വെസലാവും. അപ്പൊ അതുകൊണ്ട് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാം. അപ്പൊ ഇങ്ങനെയുള്ള പേഷ്യന്റ് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുവാണെങ്കിൽ, ഇതൊരു പേഷ്യന്റ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരികയാണെങ്കിൽ, നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ വെസലിൽ നമുക്ക് സ്റ്റെൻഡ് ചെയ്യണ്ടേ. ഇപ്പൊ നമ്മൾ ഹാർട്ട് എടുക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ സപ്ലൈ ചെയ്യുന്ന വെസൽ ഉണ്ടല്ലോ, കൊറോണറി ആർട്ടറീസ്, അതിനാണ് വിളിക്കുക കൊറോണറി ആർട്ടറീസ്. കൊറോണറി ആർട്ടറീസിനുള്ളിൽ കട്ടി വന്നു കഴിഞ്ഞാൽ ബ്ലഡ് സപ്ലൈ ഉള്ളിലേക്ക് കടക്കില്ല. ബ്ലഡ് സപ്ലൈ ഹാർട്ടിനുള്ള ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ മസിൽ ഡാമേജ് വരും. അതിനെയാണ് നമ്മൾ MI എന്ന് വിളിക്കുക. അപ്പൊ ഈ യങ് ഏജ് ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ MI വളരെ കൂടുതലാണ്. ഞാനത് ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് എക്സാമിന് ചോദിക്കുന്നതുകൊണ്ടല്ല, ഒരു ഇൻഫോർമേറ്റീവ് പർപ്പസിന് വേണ്ടി പറയുന്നതാണ്. നമ്മൾ എന്താണ് ഇപ്പൊ യങ് ഏജിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ല 30 വയസ്സ്, 28 വയസ്സ്, 34 വയസ്സിലൊക്കെ ഹാർട്ട് അറ്റാക്ക് വരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പൊ ഡോക്ടേഴ്സ്, നഴ്സസ്, ഇവർക്കൊക്കെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നെന്ന് പറഞ്ഞാൽ ഹൈ സ്ട്രെസ് എൻവയോൺമെന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നൈറ്റ് ഡ്യൂട്ടി, അത് റെസ്റ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നത്. ഇത്രയും റെസ്റ്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുമ്പോൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടും. ഇത് ഹാർട്ടിനെ സ്ട്രെസ് ചെയ്യും. ഇത് കൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് മിക്കതും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചൊക്കെ സ്കിപ്പ് ചെയ്ത് അവസാനം ഡിന്നർ ആവും കഴിക്കുന്നുണ്ടാവും. അത് ജങ്ക് ഫുഡ് ആയിട്ടും കഴിക്കുക. അപ്പൊ ആ പൊട്ട ഫുഡിന്റെ കമ്പോണൻസ് അത് കാരണം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇതൊക്കെ വരുന്നു. ഇത് കൂടാതെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ആൾക്കാർ സ്മോക്കിംഗ് തുടങ്ങും. സ്മോക്കിംഗ് തുടങ്ങുമ്പോൾ ഇങ്ങനെ വെസ്സിൽ കട്ടയാവുകയും ചെയ്യും. ഞാനിപ്പോ എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഞാൻ കാർഡിയോളജിയിൽ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ യങ് ഏജിൽ ആൾക്കാർ സ്ട്രോക്ക് വരുന്ന സമയത്ത് ഇപ്പൊ സ്മോക്കിംഗ് ഹിസ്റ്ററി 10 വർഷമൊക്കെ സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വെസൽ കട്ട് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഈ വെസൽ വലുതാക്കണമല്ലോ, നമ്മൾ സ്റ്റെന്റ് ഇൻസേർട്ട് ചെയ്യും. ഈ സ്റ്റെന്റ് ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല പലപ്പോഴും, അത്രയും തിക്കായതുകൊണ്ട്. അപ്പൊ സ്മോക്കിങ്ങിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നിക്കോട്ടിന്റെ മാത്രം എഫക്റ്റ് ആണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ടാർ ഉണ്ടാവും. ഇപ്പൊ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് വായയിലേക്ക് നല്ല ചൂടായിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. ഈ ഹീറ്റ് കാരണം ഓറൽ ക്യാൻസറും നമ്മുടെ തൊണ്ടയിൽ ക്യാൻസറും ഈസോഫേജിയൽ ക്യാൻസറും വരുന്നു. അത് ചൂട് മാത്രം കാരണമാണ്, ആ ഹീറ്റ് കാരണം, നിക്കോട്ടിനോ ടാറോ കാരണമല്ല. ഇനി ടാറും അതിൻ്റെ ഉള്ളിലത്തെ വേറെ കമ്പോണന്റ് കെമിക്കൽസും വേറെ കുറെ ഒരു 200-ലധികം കണ്ടൻസ് ഉണ്ട്. ഇത് കാരണമാണ് ക്യാൻസർ എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് പോകുന്നത്. പിന്നെ നിക്കോട്ടിൻ എന്ന് പറയുന്ന സാധനം ഹാർട്ട് ഡിസീസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ സിഗരറ്റ് സ്മോക്കിങ്ങിൽ ഇത്രയും കമ്പോണൻസ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ യങ് ഏജ് ആണെങ്കിലും പറഞ്ഞു. കൊറോണറിയിൽ ഈ കാൽസ്യം ഒക്കെ ചെയ്യുന്നത് ഇതാണോ കാരണം? കൊറോണറി വെസൽസിൽ കാൽഷ്യം ഡെപ്പോസിഷൻ വരാനായിട്ട് മെയിൻലി കാൽഷ്യം ഡെപ്പോസിഷൻ കാണുന്നത് ഓൾഡ് ഏജ് കാരണമാണ്. ഇപ്പോൾ കൊറോണറി വെസൽസിന്റെ നമ്മൾ ഇന്റിമയിലേക്ക് എടുത്താലാണ് കുറച്ച് കാൽഷ്യം ഡെപ്പോസിറ്റ് കാണുക. ഹാർട്ടിലും കാൽഷ്യം ഡെപ്പോസിറ്റ്. യൂഷ്വലി അത് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ, 2 ടൈപ്പ് കാൽസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ എന്ന് പറയും. ഒന്ന് ഓൾഡ് ഏജ് കാരണം വരാം, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് ഡിസീസുകൾ ഉണ്ട്, അത് കാരണം കാൽഷ്യം ഡെപ്പോസിഷൻ വരാം. ആസ് പെർ നിക്കോട്ടിൻ കൊണ്ട് കാൽഷ്യം ഉണ്ടാവുന്ന ചാൻസ് കുറവാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും റീസൺ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്മോക്കിംഗ് നിർത്താനായിട്ട് പറയണല്ലോ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്മോക്കിംഗ് സെസേഷൻ തെറാപ്പി എന്ന് പറയുന്നത് കൊടുക്കുക? ഒന്ന്, സ്മോക്കിംഗ് നിർത്തണമെങ്കിൽ ആൾക്ക് തന്നെ തോന്നണം, അതായത് സ്മോക്കിംഗ് നിർത്തണമല്ലോ, എനിക്ക് ഇത്രയും പ്രശ്നമുണ്ടല്ലോ എന്ന് ആൾക്ക് തോന്നണം. അതിനായിട്ടാണ് നമ്മളൊരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നത്. അതുകൂടാതെ നമ്മൾ നിർത്തണമെങ്കിൽ സിഗരറ്റ് സ്മോക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഡിക്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ നിക്കോട്ടിനാണ്. അപ്പൊ ഒരാൾക്ക് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ലഹരി കിട്ടണമെങ്കിൽ നിക്കോട്ടിൻ നമ്മൾ കൊടുത്താൽ മതി, സിഗരറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ നിക്കോട്ടിൻ റിപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞ സാധനമാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? നിക്കോട്ടിൻ നിർത്തണമെങ്കിൽ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി. അല്ലെ? നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി, നിക്കോട്ടിൻ നമുക്ക് പല രീതിയിൽ നമുക്ക് മാറ്റാം. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നിക്കോട്ടിൻ ഗംസ് കൊടുക്കാം, അതായത് നിക്കോടെക്സ് ഒക്കെ കണ്ടിട്ടില്ലേ, നിക്കോട്ടിൻ ഗംസ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാച്ചസ് ഉണ്ട്, നിക്കോട്ടിൻ പാച്ചസ് ഉണ്ട്. ആരുടെയോ സ്പീക്കർ ഓൺ ആണെന്ന് തോന്നുന്നു, എക്കോ വരുന്നു. കുറച്ച് വെള്ളം കുടിച്ചോ. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിക്കോട്ടിൻ ഗംസ് ഉണ്ട്, പിന്നെ നിക്കോട്ടിൻ പാച്ചസ് ഉണ്ട്. ക്ലിയർ ആണോ? Yes, sir.
നിക്കോട്ടിൻ ഗംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോട്ടിൻ ഗംസ് ഇപ്പൊ വരുന്നത് നമ്മൾ എത്രത്തോളം സിഗരറ്റ് കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പൊ 2 mg വരുന്നുണ്ട് ഗമ്മ്, 4 mg വരുന്നുണ്ട്. അതായത് നമ്മൾ ഇത് ചൂ ചെയ്തിട്ട് നമ്മൾ പേഷ്യന്റിനോട് എന്ത് പറയും, ഗമ്മിന്റെ ഇടയിൽ വെക്കാൻ പറയും. അപ്പൊ ഇത് പതുക്കെ പതുക്കെ നിക്കോട്ടിൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഗം ഒരു 15 മിനിറ്റ്സ് ഒക്കെ ചൂ ചെയ്യാം. ചിലപ്പോൾ കുറെ ഒരു 20 സിഗരറ്റിന് മേലേക്ക് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 20 സിഗരറ്റിന് മേലേക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് 4-5 ഗമ്മൊക്കെ ഒരു ദിവസത്തിൽ കഴിക്കേണ്ടി വരും. എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഈ ഹാബിറ്റ്, സ്മോക്കിന്റെ ഹാബിറ്റ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ ഗമ്മിന്റെ അളവും കുറയ്ക്കും. ക്ലിയർ ആണോ? പിന്നെ വരുന്നതാണ് പാച്ച്. ഈ പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാച്ച് എന്ത് ചെയ്യും, 24 hours നിക്കോട്ടിൻ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പേഷ്യന്റിന് ഈ ക്രേവിങ്സ് ഉണ്ടാവില്ല. നിക്കോട്ടിൻ ഇപ്പോ സിഗരറ്റ് വലിക്കാനുള്ള ക്രേവിങ് കുറയും. ഇപ്പൊ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, പേഷ്യന്റ് ക്രേവിങ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിക്കോട്ടിൻ വേണമെന്നുള്ളൊരു തോന്നൽ അത്രയും ഉണ്ടാവില്ല, കാരണം പേഷ്യന്റ് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു 2 ഡ്രഗ്സും കൂടി ഉണ്ട്. ഒന്ന് ബ്യൂപ്രോപ്പിയോൺ എന്ന് പറഞ്ഞൊരു ഡ്രഗാണ്. പിന്നെ അടുത്തത് വാരനിക്ലിൻ എന്ന് പറഞ്ഞൊരു ഡ്രഗാണ്. ബ്യൂപ്രോപ്പിയോണും വാരനിക്ലിൻ. ഈ ബ്യൂപ്രോപ്പിയോൺ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോൺ ആണെന്ന് വിചാരിക്കാം. ഇത് ന്യൂറോൺ ആണെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ ഡോപ്പമിൻ വേണം. അതേമാതിരി നോറഡ്രിനാലിനും വേണം ഹാപ്പിനെസ് വരണമെങ്കിൽ. ഒന്നാണ് ഡോപ്പമിൻ, ഇത് നോറഡ്രിനാൽ. എന്താണ് നോറഡ്രിനാൽ? ഇതൊക്കെ നമുക്ക് സെറോട്ടോണിൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, ഈ ബ്യൂപ്രോപ്പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമിന്റെയും ഇത് യൂഷ്വലി കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് പോകും. തിരിച്ച് ഈ ന്യൂറോണിന്റെ ഉള്ളിലേക്ക് റീഅപ്ടേക്ക് ചെയ്യും. ഡോപ്പമിനും ഉള്ളിലേക്ക് എടുക്കാനായിട്ട് റിസപ്റ്റർ ഉണ്ട്, നോറഡ്രിനാലിനും ഉള്ളിലേക്ക് എടുക്കാനായിട്ട് റിസപ്റ്റർ ഉണ്ട്. അപ്പൊ ഈ ഡോപ്പമിന്റെയും നോറഡ്രിനാലിനും റീഅപ്ടേക്കിന് നമ്മൾ ഇല്ലാണ്ടാക്കുന്നു, തിരിച്ചെടുക്കില്ല. അപ്പൊ കുറെ നേരം ഈ 2 ന്യൂറോണിന്റെ ഇടയിൽ നിൽക്കും. 2 ന്യൂറോണിന്റെ ഇടയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് വരും, കൂടുതൽ ഹാപ്പി ആവും, പേഷ്യന്റ് കുറച്ചുകൂടി സന്തോഷമായിട്ടിരിക്കും. ഇങ്ങനെ തന്നെയാണ് ആന്റി ഡിപ്രസൻസും വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ബ്യൂപ്രോപ്പിയൻ എന്ന് പറഞ്ഞ ഡ്രഗ് എന്താണ് ചെയ്യുന്നത്, ഇറ്റ് ഇൻഹിബിറ്റ്സ്, എന്താ ചെയ്യുന്നത്, ഇൻഹിബിറ്റ്സ് ദ റീഅപ്ടേക്ക് ഓഫ് ഡോപ്പമിൻ ആൻഡ് നോറഡ്രിനാലിൻ. ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഇനി രണ്ടാമെന്ന് പറയുന്ന ഡ്രഗ് എന്താണ്, വാരനിക്ലിൻ. എന്താണ് വാരനിക്ലിൻ? ഈ വാരനിക്ലിൻ എന്ന് പറഞ്ഞ ഡ്രഗ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർഷ്യലി എന്താ ചെയ്യാ, പാർഷ്യലി നിക്കോട്ടിൻ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. പാർഷ്യലി, ഫുള്ളായിട്ട് ചെയ്യില്ല, പാർഷ്യലി കുറച്ച് ശേഷം ചെയ്യും. അപ്പൊ അഡിക്ഷൻ കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇതിനെന്താണ് വിളിക്കുക, പാർഷ്യൽ നിക്കോട്ടിനിക് റിസപ്റ്റർ എഗോണിസ്റ്റ്. എഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, എഗോണിസ്റ്റ് അല്ലെ, പാർഷ്യൽ നിക്കോട്ടിനിക് റിസപ്റ്റർ എഗോണിസ്റ്റ്. അതാണ് വാരനിക്ലിൻ. ക്ലിയർ ആണോ? ബ്യൂപ്രോപ്പിയോന്റെ മെക്കാനിസം എന്ന് പറയാമോ? Inhibits the reuptake of dopamine and ആൻഡ് നോറഡ്രിനാലിൻ. വെരി ഗുഡ്. വാരനിക്ലിന്റെയോ? partially stimulate നിക്കോട്ടിൻ റിസപ്റ്റർ. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് 3 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് നിക്കോട്ടിൻ റിപ്ലേസ്മെന്റ് തെറാപ്പി, രണ്ടാമത് പറഞ്ഞ ബ്യൂപ്രോപ്പിയോൺ, മൂന്നാമത് പറഞ്ഞ വാരനിക്ലിൻ. അല്ലേ? ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ നമ്മളിപ്പോ എന്ത് പഠിച്ചു, NN റിസപ്റ്റേഴ്സ് വരെ പഠിച്ചു അല്ലെ? എവിടെ വരെ പഠിച്ചു നമ്മളിപ്പോ? NN പഠിച്ചു. NNന്റെ മെയിൻ ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന നിക്കോട്ടിനാണ്. നിക്കോട്ടിന്റെ ആ സെസേഷൻ തെറാപ്പിയും പഠിച്ചു. നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് അതാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നത് സ്കെലിറ്റൽ മസിൽ റിലാക്സന്റ് എന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്കെലിറ്റൽ മസിൽ റിലാക്സന്റ് വലിയൊരു ക്ലാസിഫിക്കേഷൻ ഡ്രഗ് ആണ്. അനസ്തേഷ്യയിൽ നമ്മൾ പഠിക്കേണ്ട വലിയൊരു ഭാഗമാണ് സ്കെലിറ്റൽ മസിൽ റിലാക്സന്റ്. അപ്പൊ ഇത് നമുക്ക് പഠിക്കാം. അപ്പോൾ സ്കെലിറ്റൽ മസിൽ റിലാക്സന്റ്, ഇതിലിപ്പോ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കെൽറ്റൽ മസിൽ റിലാക്സന്റ് ഇത് ആക്ച്വലി സെൻട്രലി ആക്ടിങ് ആയിരിക്കാം. ഈ സെൻട്രലി ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിൽ നമുക്ക് എല്ലാ സിഗ്നലും സ്പൈനൽ കോഡിൽ നിന്ന് മസിലിലേക്ക് പോകണല്ലോ. ബ്രെയിൻ ഉണ്ട്, ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്ന് മസിലിലേക്ക് പോയാലേ നമ്മുടെ മസിൽ കൺട്രാക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ സെൻട്രലി ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ കോഡിന്റെ ലെവലിൽ ഇതിന്റെ ട്രാൻസ്മിഷനെ നിർത്തുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. മനസ്സിലായോ? അതാണ് സെൻട്രലി ആക്ടിങ് സെൽഫ് മസിൽ റിലാക്സർ. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫറലി ആക്ടിങ്. പെരിഫറലി ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിഫറലി ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ നെർവും മസിലും തമ്മിലുള്ള ജംഗ്ഷൻ, ഇതിനെ വിളിക്കുന്നത് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡ്രഗ് ആയിരിക്കാം. അല്ലെങ്കിൽ ഡയറക്ട്ലി മസിലിന്റെ ഉള്ളിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ് ആയിരിക്കും, അല്ലെ? അല്ലെങ്കിൽ ഡയറക്ട്ലി മസിലിന്റെ ഉള്ളിൽ ചെന്നിട്ട് മസിലിന്റെ കൺട്രാക്ഷൻ നിർത്തുന്ന ഒരു സംഭവമായിരിക്കും. നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ മസിലിനെ റിലാക്സ് ചെയ്യാം? ഒന്ന് നമ്മൾ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് സിഗ്നൽ വരുന്നു. സ്പൈനൽ കോഡിൽ നിന്നാണ് നമ്മുടെ മസിലിലേക്കും കയ്യിലേക്കും ഒക്കെ സിഗ്നൽ പോകുന്നത്. അപ്പൊ നമ്മൾ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന സിഗ്നൽ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് സെൻട്രലി ആക്ടിങ് സ്കെൽറ്റൽ മസിൽ റിലാക്സന്റ് കിട്ടാം. മനസ്സിലായോ? ക്ലിയർ ആണോ? യെസ് സർ. ക്ലിയർ അല്ലേ? ഓക്കെ. അതെ. ഇനി നമ്മൾ പെരിഫറലി ആക്ട് ചെയ്യണമെങ്കിൽ രണ്ട് രീതിയുണ്ട്. ഒന്ന് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആക്ട് ചെയ്യാം, അതായത് NM റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി മസിലിനെ പോയിട്ട് ബ്ലോക്ക് ചെയ്യാം, അല്ലേ? അപ്പൊ നമ്മൾ ഈ സെൻട്രലി ആക്ടിങ് നമ്മൾ കുറച്ച് പറയാം. സെൻട്രലി ആക്ടിങ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഓർത്തോയിൽ പോയിട്ട് നമുക്ക് കാലുവേദന, കൈവേദന എന്ന് പറയുമ്പോൾ എപ്പോഴും അവർ ഓർത്തോയിൽ കോമ്പിനേഷൻ ഡ്രഗ് കൊടുക്കുന്നതാണ്. നമ്മൾ എപ്പോഴും ഒരു മസിൽ റിലാക്സിന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. തയോ കോൾച്ചിസൈഡ് എന്ന് പറഞ്ഞ ഡ്രഗ് കേട്ടിട്ടുണ്ട്. തയോ കോൾച്ചിസൈഡ്, ഫ്ലോർസാസോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ ന്യൂകോക്സിയ MR എന്നൊക്കെ കേട്ടിട്ടില്ലേ? ന്യൂകോക്സിയ MRൽ ആ റിലാക്സിൻ ടൈപ്പിൽ തയോകോൾച്ചിസൈഡ് അല്ലെങ്കിൽ ഫ്ലോർസാക്സോൺ. ഇതിന്റെ കൂടെ ബാക്ലോഫൻ കേട്ടിട്ടുണ്ടോ? ബാക്ലോഫൻ. Yes, sir. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സെൻട്രലി ആക്ട് ചെയ്യുന്നത്. അതായത് ബാക്ലോഫൻ, തയോകോൾച്ചിസോസൈഡ്, ഫ്ലോർസാസോൺ. മനസ്സിലായോ? ഇത് സ്പൈനൽ കോഡിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ കുറയ്ക്കുന്നു മസിലിനെ, അങ്ങനെ മസിൽ റിലാക്സ് ചെയ്യുന്നു. നമ്മളിപ്പോ എന്തെങ്കിലും ചെറിയ ഇഞ്ചറി കിട്ടുന്ന കാല് സ്പാസത്തിലായിരിക്കും, കാലൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഓർത്തോയിലൊക്കെ PMRലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാണെങ്കിൽ ചില മസിൽ പാരലിസിസ് കാരണം ചിലരുടെ കാല് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു ടൈപ്പ് ഓഫ് പാരലിസിസ് ആണ്. അപ്പൊ ഇതിൽ ഈ സ്പാസ്റ്റിക് പാരലിസിസ് ആണ്. ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ ബാക്ലോഫൻ പമ്പ് യൂസ് ചെയ്യും. സെർബൽ പാൽസിയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ് ബാക്ലോഫൻ. അറ്റ്ലീസ്റ്റ് ഈ 3 എണ്ണെങ്കിലും പഠിക്കാം. എന്തൊക്കെയാണെന്ന് പറയാമോ? Backlofen, തയോകോൾച്ചിസോസൈഡ്, ഫ്ലോറോക്സാസോൺ. ഓക്കെ, ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കി പഠിച്ചോളൂ കേട്ടോ. ഇനി ഇതിനെക്കാട്ടൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പെരിഫറലി ആക്ടിങ്. പെരിഫറലി ആക്ടിങ്ങിൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് എന്താണ്? ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ്, അല്ലെ? അപ്പൊ അത് മെയിൻ ആയതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് പഠിക്കാം. നമ്മൾ ഈ മസിലിന്റെ ഉള്ളിൽ ആക്ട് ചെയ്യുന്ന ഒരു മരുന്നുണ്ട്, അതിനെപ്പറ്റി നമുക്ക് ആദ്യം പഠിക്കാം. ഡയറക്റ്റ് മസിലിന്റെ ഉള്ളിൽ നോക്കുമ്പോഴല്ലോ, മസിലാണെങ്കിൽ മസിലിന്റെ ഉള്ളിൽ കുറെ കാൽഷ്യം ചാനൽസ് ഉണ്ട് കേട്ടോ. മസിലിന്റെ ഉള്ളിലാണെങ്കിൽ കുറെ കാൽഷ്യം ചാനൽ പോകുന്നു കേട്ടോ. ഈ കാൽഷ്യം റിലീസ് ചെയ്യുന്ന ഒരു റിസപ്റ്റർ ഉണ്ട്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് റയനോഡിൻ റിസപ്റ്റർ. ഈ റയനോഡിൻ റിസപ്റ്ററാണ് കാൽഷ്യം റിലീസ് ചെയ്യുന്നത്. ഈ റയനോഡിൻ കാൽഷ്യം വേണം നമുക്ക് എന്ത് സാധനം കൺട്രാക്ട് ചെയ്യണമെങ്കിലും കാൽഷ്യം വേണം, അല്ലെ? എന്ത് സാധനം കൺട്രാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? കാൽഷ്യം വേണം. മസിൽ കൺട്രാക്ട് ചെയ്യണം, കാൽഷ്യം വേണം. അപ്പൊ ഈ റയനോഡിൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരേ ഒരു ഡ്രഗേ ഉള്ളൂ നമ്മൾ കണ്ടുപിടിച്ചത്. ഈ ഡ്രഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ള സംഭവമാണ്. ഇതിന്റെ പേരാണ് ഡാൻഡ്രോളിൻ. കേട്ടിട്ടുണ്ടോ? ഡാൻഡ്രോളിൻ സോഡിയം. ഡാൻഡ്രോളിൻ. ഈ ഡാൻഡ്രോളിൻ വെരി ഗുഡ്. മാലിഗ്നന്റ് ഹൈപ്പോതെർമിയയുടെ ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ മാലിഗ്നന്റ് ഹൈപ്പോതെർമിയയിൽ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചില മരുന്നൊക്കെ കൊടുക്കുമ്പോൾ, ചില അനസ്തെറ്റിക് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് മസിലിന്റെ ഉള്ളിൽ കാൽഷ്യം റിലീസ് ഉണ്ടാവും ചില ആൾക്കാർക്ക്, ചില പ്രോൺ ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പൊ ഈ മസിലിന്റെ ഉള്ളിൽ കാൽഷ്യം റിലീസ് ഒരുപാട് ഉണ്ടാവുമ്പോൾ എല്ലാ മസിലും റിജിഡ് ആയിട്ടിരിക്കും.
പേഷ്യന്റെ ടെമ്പറേച്ചർ ഈ മസിൽ കൺട്രാക്ഷൻ കാരണം അത്രയ്ക്കും മസിൽ കൺട്രാക്ട് ചെയ്തിട്ട് പേഷ്യന്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ. അതിനെയാണ് ആ കണ്ടീഷനാണ് നമ്മൾ വിളിക്കുന്നത് മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ. അപ്പം മാലിഗ്നന്റ് ഹൈപ്പർതെർമിയയുടെ പ്രശ്നം എന്താണ്? മാലിഗ്നന്റ് ഹൈപ്പർതെർമിയയുടെ പ്രശ്നം എന്താണ്? ഒരുപാട് കാൽഷ്യം ഉണ്ടാവും. നമ്മൾ കാൽഷ്യം റിലീസിനെ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക? ഡ്രഗ് ഓഫ് ചോയ്സ് ഡാൻഡ്രോലിൻ സോഡിയം. കേട്ടോ, ഡാൻഡ്രോലിൻ സോഡിയം. ഡാൻഡ്രോലിൻ സോഡിയം എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഡയറക്ട്ലി മസിലിനെയാണ് ആക്ട് ചെയ്യുന്നത്. മസിലിന്റെ ഉള്ളിൽ എന്താണ്? റയനോഡിൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചു. ഒന്ന് സെൻട്രലി ആക്ടിങ്. സെൻട്രലി ആക്ടിങ് നമ്മൾ പഠിച്ച ബാക്ലോഫൻ, തയോകോൾച്ചിക്കോസൈഡ്, ക്ലോറോക്സാസോൺ. ഡയറക്ട്ലി മസിൽ പെരിഫെറലിൽ നമ്മൾ പഠിച്ചത് എന്താണ്? പെരിഫെറലിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഡയറക്ട്ലി മസിലിൽ നിന്ന് ആക്ട് ചെയ്തിട്ട് മസിലത്തെ റൈനോഡിൻ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗാണ് ഡാൻഡ്രോലിൻ സോഡിയം. ഈ ഡാൻഡ്രോലിൻ സോഡിയന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ മാലിഗ്നന്റ്, വെരി സിവിയർ കണ്ടീഷനാണ് മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ. ഡെത്ത് വളരെ കൂടുതലുള്ള കണ്ടീഷനാണ്. ഇറ്റ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് അല്ലെ? ന്യൂറോ മസ്കുലർ ജംഗ്ഷനെ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്താണ്? ന്യൂറോ മസ്കുലർ ജംഗ്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സ്. അപ്പൊ അത് നമ്മൾ എങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഡീപോളറൈസിങ് മസിൽ റിലാക്സൻ. എന്താണ് ഡീപോളറൈസിങ് മസിൽ റിലാക്സൻ? പിന്നെ എന്ത് വരുന്നതാണ്? ഡീപോളറൈസിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നോൺ ഡീപോളറൈസിങ് മസിൽ റിലാക്സർ അല്ലെ? ഈ പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. ഇപ്പോ നമ്മൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സംഭവം ഇതെന്താണ്? ഈ റിസപ്റ്റർ എന്താണ്? ഈ റിസപ്റ്ററാണ് NM റിസപ്റ്റർ അല്ലെ? ന്യൂറോമസ്കുലർ ജംഗ്ഷനിലുള്ള NM റിസപ്റ്റർ. ഇത് യൂഷ്വലി അറ്റാച്ച് ചെയ്യുന്നത് എന്താണ്? അസറ്റൈൽ കോളിൻ അല്ലെ? അസറ്റൈൽ കോളിൻ വന്ന് ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ നീങ്ങുന്നു അല്ലെ? അസറ്റൈൽ കോളിൻ വന്നിട്ട് ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ അറ്റാച്ച് ചെയ്ത് എന്തുണ്ടാവും? നമ്മുടെ മസിൽ നീങ്ങുന്നു അല്ലെ? അപ്പോ ഡീപോളറൈസിംഗ് എന്ന് പറഞ്ഞാൽ അസറ്റൈൽ കോളിൻ വന്ന് ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ ബൈൻഡ് ചെയ്തു. അതിനെയാണ് ഡീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു സാധനം വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ മസിൽ കൺട്രാക്ട് ചെയ്യുന്നതിന് ഡീപോളറൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ ഒരു കാര്യം ആലോചിച്ചോട്ടെ, ഈ അസറ്റൈൽ കോളിൻ നമ്മൾ ഒരുപാട് കൊടുത്തു, നിർത്താണ്ട് അസറ്റൈൽ കോളിൻ കൊടുത്തു. അപ്പൊ എന്തുണ്ടാവുന്നത്? ഇത് കൺട്രാക്ട് ചെയ്ത് അവസാനം ഇത് ടയർഡായി പോകും. ടയർഡ് ആകുമ്പോൾ എന്തുണ്ടാവും? ഇത് ഫുള്ളായിട്ട് ബ്ലോക്ക് ആവും. മനസ്സിലായോ? അതിനെയാണ് ഡീപോളറൈസിംഗ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. അസറ്റൈൽ കോളിൻ ബൈൻഡ് ചെയ്താലാണ് നമ്മുടെ മസിൽ കൺട്രാക്ട് ചെയ്യും. പക്ഷെ അധികമായ അമൃതും വിഷം എന്ന് പറയില്ല. അതേമാതിരി അസറ്റൈൽ കോളിൻ നമ്മൾ വീണ്ടും വീണ്ടും കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ബ്ലോക്ക് ആവും. കൈയും കാലും ഒന്നും നീങ്ങില്ല. മനസ്സിലായി? അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം, ഒരു മോളിക്യൂളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് സക്സിനൈൽ കോളിൻ. എന്താണ്? സക്സിനൈൽ കോളിൻ. സക്സിനൈൽ കോളിൻ എന്ന് പറഞ്ഞാൽ 2 അസറ്റൈൽ കോളിൻ ഒരുമിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു ഡ്രഗ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ എന്തുണ്ടാവും? ആദ്യം വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ ട്വിച്ച് ചെയ്ത് തുടങ്ങും സക്സിനൈൽ കോളിൻ കൊടുക്കും. പക്ഷെ നമ്മൾ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഫുൾ അങ്ങോട്ട് ബ്ലോക്ക് ആയി, എല്ലാ മസിൽസും പാരലൈസ്ഡ് ആയി പോകും അല്ലെ? ഇപ്പൊ എമർജൻസിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ സക്സിനൈൽ കോളിൻ നമ്മൾ കൊടുക്കുന്നത് കാണാറുണ്ട് അല്ലെ? എന്തിനാണ്? ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് സക്സിനൈൽ കോളിൻ കൊടുക്കുക. കാരണം നമ്മുടെ റെസ്പിറേഷൻ നിർത്തണം, എല്ലാ മസിലും റിലാക്സ് ചെയ്യണം അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ കൺസെപ്റ്റ് അല്ലേ? എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡീപോളറൈസിന്റെ അർത്ഥം എന്താണ്? ഈ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു, നിർത്താണ്ട് ബൈൻഡ് ചെയ്യുന്നു. ഇപ്പൊ തുടക്കത്തിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സംഭവമാണ് ഫേസ് 1 ബ്ലോക്ക്. ഫേസ് 1 ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് 1 ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫസിക്കുലേഷൻസ് വന്നു തുടങ്ങും. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റിമുലേറ്റ് കഴിയുമ്പോൾ എല്ലാ റിസപ്റ്റേഴ്സും ഒക്യുപ്പൈഡ് ആയി ഫുള്ളും ഇങ്ങനെ കൺട്രാക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അധികമായ അമൃതം വിഷം എന്ന് പറയുന്നത് ഫുള്ള് ബ്ലോക്ക്. അതിനാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫേസ് 2 ബ്ലോക്ക്. മനസ്സിലായി? ഫേസ് 2 ബ്ലോക്ക് ആണ് നമ്മുടെ മസ്കുലർ പാരലിസിസ് ഉണ്ടാവുക. നമ്മൾ അപ്പോഴാണ് ഇൻറ്റുബേറ്റ് ചെയ്യുക. ഇതിനെയാണ് ഡീപോളറൈസിംഗ് ബ്ലോക്ക്. ഡീപോളറൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീപോളറൈസ് ചെയ്ത് നമ്മൾ റിസപ്റ്ററിനെ കേടാക്കുന്നു. എന്നിട്ട് നമ്മൾ പേഷ്യന്റിന്റെ മസിൽ റിലാക്സ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി Yes, അപ്പൊ sir. ഒന്ന് ആലോചിക്കും. അപ്പൊ നോൺ ഡീപോളറൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
നോൺ ഡീപോളറൈസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒന്ന് പറയാമോ ആർക്കെങ്കിലും? നോൺ ഡീപോളറൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഡീപോളറൈസിങ് മസിൽ റിലാക്സന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല. ഡീപോളറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും വരയ്ക്കാം. ഇതെന്ത് റിസപ്റ്ററാണ്? NM റിസപ്റ്ററാണ് അല്ലെ. NM റിസപ്റ്ററിന് സ്റ്റിമുലേറ്റ് ചെയ്യണം എന്തായിരുന്നു? അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും. കുറെ വട്ടം സ്റ്റിമുലേറ്റ് ചെയ്ത ബ്ലോക്ക് ആവും അല്ലെ. പക്ഷെ ഇതൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാണ്ട് തന്നെ ഡയറക്ട്ലി ഇതിനെ വന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഡ്രഗ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ബ്ലോക്ക് കിട്ടും. ഇങ്ങനെ വന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ അസറ്റൈൽ കോളിന് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അസറ്റൈൽ കോളിന്റെ പകരം വേറൊരു സംഭവം ബൈൻഡ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ടു. നമുക്കൊരു ലോക്ക് ഉണ്ടെങ്കിൽ ഇതിന്റെ കീ ആണ് അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ ഇട്ടാലേ അത് തുറക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് മെറ്റൽ നമ്മൾ ഉരുക്കി വെച്ചു. ഈ കീ ഇടുന്ന ഹോളിൽ നമ്മൾ മെറ്റൽ ഉരുക്കി വെച്ചു. അപ്പൊ പിന്നെ നമുക്ക് കീ ഇടാൻ പറ്റും? ഇല്ലല്ലോ. അപ്പോൾ ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആന്റഗോണൈസ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ്. ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ ആന്റഗോണൈസ് ചെയ്യുന്നു. ആന്റഗോണൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ബ്ലോക്ക് ചെയ്യും. ഈ ആന്റഗോണൈസ് ചെയ്യുന്ന ഡ്രഗിന്റെ പേരാണ് ഡി ട്യൂബോക്യുറാറിൻ. എന്താണ് പേര്? ഡി ട്യൂബോക്യുറാറിൻ. ഈ പേര് കേട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പണ്ട് നമ്മുടെ ഹണ്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ ആൾക്കാർ ഹണ്ടേഴ്സ് ഒക്കെ എനിമൽസിനെ ഹണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ആരോന്റെ ഉള്ളിൽ ആരോ പോയിസൺ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. ആരോന്റെ മേലെ ഒരു പ്ലാന്റിൽ നിന്ന് എടുത്തിട്ട് ഇതിന്റെ മേലെ അപ്ലൈ ചെയ്തിട്ട് എനിമലിന്റെ മേലെയാണ്. അപ്പൊ എനിമൽ ഫുള്ള് പാരലൈസ് ആയി. അങ്ങനെ ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ് ഡി ട്യൂബോക്യുറാൻ. നമ്മളോട് പേര് പറഞ്ഞു DTC എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഡി ട്യൂബോക്യുറാറിൻ എന്താണ്? ഡി ട്യൂബോക്യുറാറിൻ. മനസ്സിലായോ? ഇപ്പൊ ഡി ട്യൂബോക്യുറാറിൻ എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് നോൺ ഡീപോളറൈസിങ് ഏജന്റ് അല്ലെ. അല്ലെ. ഇതിന്റെ അടുത്ത എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? റോക്യുറോണിയം, മിവാക്യൂരിയം, പിന്നെന്താണ്? അട്രാക്യൂരിയം, സിസ് അട്രാക്യൂരിയം അല്ലെ. അട്രാക്യൂരിയം, സിസ് അട്രാക്യൂരിയം കേട്ടോ അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഡീപോളറൈസിംഗിന്റെ എക്സാമ്പിൾ ആണ്. ഡീപോളറൈസിംഗിന്റെ ആകെ ഒരു എക്സാമ്പിൾ ഉണ്ട്. പേരെന്താണ്? സക്സിനൈൽ കോളിൻ. വെരി ഗുഡ്. അപ്പൊ സക്സിനൈൽ കോളിൻ രണ്ട് രീതിയിലാണ് ബ്ലോക്ക് ആണ്. ഫസ്റ്റ് phase 1 ബ്ലോക്ക്. അതിലെന്താണ്ടാവുക? ഫെസിക്കുലേഷൻസ്. ഇത് എൻട്രൻസിന് ചോദിക്കുന്ന സംഭവമാണ്. phase 2 ബ്ലോക്കിൽ എന്താണ്? ഫുൾ പാരലിസിസ്. ഓക്കെ. നോൺ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സന്റ് എന്താ ചെയ്യുക? അസറ്റൈൽ കോളിൻ റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യില്ല, പക്ഷെ ബ്ലോക്ക് ചെയ്യും അല്ലെ. ആ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരെന്ന് പറഞ്ഞേ? ഓക്കെ. ഡി ട്യൂബോക്യുറാറിന്റെ മരത്തെ കുറെ ഡ്രഗ്സ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ഈ ന്യൂറോ മസ്കുലർ ബ്ലോക്കേജ് റിവേഴ്സ് ചെയ്യണം. പറഞ്ഞോളൂ. നോൺ പോളറൈസ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. ബ്ലോക്ക് ചെയ്ത് കളയല്ലേ ചെയ്യുക. ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ അസറ്റൈൽ കോളിൻ വന്ന് ബൈൻഡ് ചെയ്യണം, എന്നാലാണ് കൺട്രാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇതിവിടെ വന്ന് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അസറ്റൈൽ കോളിന് വന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അസറ്റൈൽ കോളിൻ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. പക്ഷെ അസറ്റൈൽ കോളിന് ഇരിക്കാം. നമ്മൾ അസറ്റൈൽ കോളിന്റെ അളവ് ഒരുപാട് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അസറ്റൈൽ കോളിന് വന്നിട്ട് ഇതിനെ തട്ടിക്കളഞ്ഞിട്ട് അവിടെ കയറിയിരിക്കാൻ പറ്റും. ഈ പറഞ്ഞ പോയിന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മളിപ്പോ മിവാക്യൂരിയം കൊടുത്തിട്ട് പേഷ്യന്റ് ഫുള്ള് പാരലൈസ്ഡ് ആയി. പക്ഷെ നമുക്ക് അനസ്തീഷ്യ ചെയ്യുന്ന പേഷ്യന്റ് തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ നമ്മളൊരു ഡ്രഗ് കൊടുക്കണം. നമ്മൾ ഫുള്ള് പാരലൈസ് ചെയ്ത പേഷ്യന്റിനെ നമുക്ക് ആ പാരലൈസിസ് മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മിവാക്യൂരിയം കൊടുത്തു, അട്രാക്യൂരിയം കൊടുത്തു, എന്താണെങ്കിലും കൊടുത്തു, നോൺ ഡീപോളറൈസിംഗ് ഏജന്റ് എന്തായാലും കൊടുത്തു. അപ്പൊ അതിങ്ങനെ വന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് അതിനെ റിക്കവർ ചെയ്യണമെങ്കിൽ, മസിൽ റിലാക്സിന്റെ റിക്കവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അസറ്റൈൽ കോളിന്റെ അളവ് കൂട്ടണം അല്ലെ. അസറ്റൈൽ കോളിന്റെ അളവ് കൂട്ടാനുള്ള മരുന്ന് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് കോളിനറിസിന് പഠിച്ചു. എന്താണ്? നിയോസ്റ്റിഗ്മിൻ അല്ലെ. നിയോസ്റ്റിഗ്മിൻ. ഇപ്പൊ നിയോസ്റ്റിഗ്മിൻ കൊടുത്തു കഴിഞ്ഞാൽ അസറ്റൈൽ കോളിന്റെ അളവ് കൂടും. അസറ്റൈൽ കോളിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഈ ബ്ലോക്കറിനെ ഇവിടുന്ന് തട്ടി കളഞ്ഞിട്ട് അസറ്റൈൽ കോളിന് കയറിക്കാം. അപ്പൊ മസിൽ കൺട്രാക്ട് ചെയ്ത് തുടങ്ങും അല്ലെ. അപ്പോ ആന്റിഡോട്ട് എന്താണ് ഇതിന്? ആന്റിഡോട്ട് എന്ത്? അതായത് ന്യൂറോമസ്കുലർ ബ്ലോക്കേജ് റിവേഴ്സ് ചെയ്യാനുള്ള ഡ്രഗ് എന്താണ്? നിയോസ്റ്റിഗ്മിൻ അല്ലെ. എളുപ്പമല്ലേ? സുഗമഡെക്സിന്റെ കാര്യം ഞാൻ പറയാം. നിയോസ്റ്റിഗ്മിൻ ആണ് നമുക്ക് ഇതിന്റെ റിവേഴ്സൽ ഏജന്റ് ആയിട്ട് കൊടുക്കുന്നത്. സുഗമഡെക്സ് അടുത്ത പോയിന്റ്. സുഗമഡെക്സ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അട്രാക്യൂരിയം കൊടുത്തു.
അട്രാക്യൂരിയം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും പോയിട്ട് സുഗമഡെക്സ് കവർ ചെയ്യും. അപ്പൊ അട്രാക്യൂരിയത്തിന് ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് സുഗമഡെക്സിന്റെ ആക്ഷൻ. സുഗമഡെക്സ് എന്താ ചെയ്യുക, ഉള്ള ഡ്രഗിനെ നമ്മൾ എൻവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും ഒരു കവറിൽ, ഒരു സ്പൈഡറിന്റെ കവർ മാതിരി അല്ലെങ്കിൽ ഒരു കവർ മാതിരി അതിനെ ബ്ലോക്ക് ചെയ്തിടും. പക്ഷെ റിവേഴ്സൽ ഏജന്റ് എന്താണ്? നിയോസ്റ്റിഗ്മിൻ. നിയോസ്റ്റിഗ്മിൻ കൊടുത്തു കഴിഞ്ഞാൽ അസിറ്റൈൽ കോളിന്റെ അളവ് കൂടും. അസിറ്റൈൽ കോളിൻ വന്നിട്ട് ഇവിടുന്ന് ബ്ലോക്കേജ് മാറ്റും. മനസ്സിലായി? അസിറ്റൈൽ കോളിൻ വന്നിട്ട് ബ്ലോക്കേജ് മാറ്റും. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഡീപോളറൈസിംഗ് ബ്ലോക്കിന്റെ ഡ്രഗിന്റെ പേരെന്താണ്? സക്സിനൈൽ കോളിൻ. സക്സിനൈൽ കോളിനിൽ ഞാനിപ്പോ നിയോസ്റ്റിഗ്മിൻ കൊടുക്കാൻ നിൽക്കുക. എന്താ ഉണ്ടാവുക? അസിറ്റൈൽ കോളിന്റെ അളവ് വീണ്ടും കൂടും. അസിറ്റൈൽ കോളിന്റെ അളവ് വീണ്ടും കൂടി എന്താ ഉണ്ടാവുക? ഓൾറെഡി കൂടിയിട്ടിരിക്കുന്നത് ഇതിൽ കൂടി വീണ്ടും കൂടി എന്താ ഉണ്ടാവുക? ഒന്നുകൂടി ബ്ലോക്കേജ് കൂടുതലാണ്, ബ്ലോക്ക് റിവേഴ്സ് ആവില്ല. അപ്പൊ ഡീപോളറൈസിംഗ് മസിൽ റിലാക്സറിന് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് ഒരു ഏജന്റ് നമുക്കില്ല. പക്ഷെ നോൺ ഡീപോളറൈസിംഗ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഏജന്റ് എന്താണ്? 2 ഏജന്റ് ഉണ്ട്. എന്താണ്? ഒന്ന് നിയോസ്റ്റിഗ്മിനും എന്താ ചെയ്യുന്നത്? അസിറ്റൈൽ കോളിന്റെ അളവ് കൂട്ടുന്നു. അതുകൊണ്ട് മറ്റേ ബ്ലോക്കറിനെ അതിന്റെ പൊസിഷനിൽ നിന്ന് തട്ടി മാറ്റിയിട്ട് അസിറ്റൈൽ കോളിൻ കയറിയിരിക്കുന്നു. പിന്നെ സുഗമഡെക്സ് എന്താ ചെയ്യുന്നത്? സുഗമഡെക്സ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ ഇത് അട്രാക്യൂരിയ എന്ന് വിചാരിക്കാം. അട്രാക്യൂരിയത്തിന് ചുറ്റും ഒരു എൻവലപ്പ് ഉണ്ടാക്കുന്നു. ഈ എൻവലപ്പ് ഉണ്ടാക്കിയിട്ട് സുഗമഡെക്സ് ഇതിനെ ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എവിടെയും ബൈൻഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മനസ്സിലായി? ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നു. അതാണ് സുഗമഡെക്സിന്റെ ആക്ഷൻ. ഇപ്പൊ സുഗമഡെക്സും ഒരു റിവേഴ്സൽ ഏജന്റ് ആണ്. പക്ഷെ മെയിൻ റിവേഴ്സൽ ഏജന്റ് എന്താണ്? നിയോസ്റ്റിഗ്മിൻ. ക്ലിയർ അല്ലേ? സ്കെൽറ്റൽ മസിൽ റിലാക്സന്റ് പഠിച്ചോ? ആരെങ്കിലും ഒരാൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ തൊട്ട് സെൻട്രലി ആക്ടിംഗ് ഒന്ന് പറയാമോ? സ്കെൽറ്റൽ മസിൽ റിലാക്സന്റ് സെൻട്രലി ആക്ടിംഗ് ഒന്ന് പറയാമോ? പറയാമോ? ഓക്കെ, ബാക്ലോഫെൻ ഉണ്ട്, തയോകോൾച്ചിക്കോസൈഡ് ഉണ്ട്, ഫ്ലോറോക്സാസോൺ ഉണ്ട് അല്ലേ? ഇനി നമ്മള് പെരിഫറലി ആക്ടിംഗ് ഒന്ന് പറയാമോ? പെരിഫറലി ആക്ടിംഗ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ബ്ലോക്കേഴ്സ് ഉണ്ട്, പിന്നെ മസിലിൽ ഡയറക്ട്ലി ആക്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ട്ലി മസിലിനെ ബ്ലോക്ക് ചെയ്യുന്ന കാരണം എന്താണ്? മസിലിന്റെ ഉള്ളിൽ ഒരു റിസപ്റ്റർ ഉണ്ട്. അതിന്റെ പേരെന്താണ്? നയനോഡിൻ റിസപ്റ്റർ. അതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗിന്റെ പേരെന്താണ്? ഡാൻഡ്രോളിൻ സോഡിയം. പിന്നെ ഡാൻഡ്രോളിൻ സോഡിയം എന്തിന്റെ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ആണ്? Malignant hyperthermia. ഇനി ന്യൂറോമസ്കുലർ ജംഗ്ഷൻ ബ്ലോക്കറിന്റെ പേരുകൾ എന്ന് പറയും. 2 ടൈപ്പ് ഉണ്ട്. നോൺ ഡീപോളറൈസിംഗ് ഉണ്ട്, പിന്നെ നോൺ ഡീപോളറൈസിംഗ് ഉണ്ട്. സക്സിനൽ കോളിൻ 2 രീതിയിലാണ് ഉണ്ടാക്കുക. ഫേസ് 1 ബ്ലോക്ക് ഉണ്ട്. ഫേസ് 1 കൊടുക്കുമ്പോൾ ആദ്യം കൺട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൂടുതലാകുമ്പോൾ ഫുൾ ബ്ലോക്ക് ആവും. ഫേസ് 1 ബ്ലോക്ക്, ഫേസ് 2 ബ്ലോക്ക്. ഇത് എൻട്രൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിന് റിവേഴ്സൽ ഏജന്റ് ഇല്ല. നോൺ ഡീപോളറൈസിംഗ് ബ്ലോക്ക് ഏജന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ ഒരു ആന്റഗോണിസ്റ്റ് ആണ് അല്ലേ? എന്താണ്? ആന്റഗോണിസ്റ്റ് ആണ് അല്ലേ? ഇറ്റ് ഈസ് എൻ ആന്റഗോണിസ്റ്റ്. അപ്പൊ അത് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഡയറക്ട്ലി ബ്ലോക്ക് ആവും. എക്സാമ്പിൾ ഓഫ് ഡ്രഗ്സ്: ഡീറ്റ്യൂബോക്കുറൻ, പ്രൊക്യൂറോണിയം, ബിവാക്യൂരിയം, അട്രാക്യൂരിയം. ഇതിന്റെ റിവേഴ്സൽ ഏജന്റ്സ് എന്താണ്? Neostigmine and Sugammadex. ഓക്കെ, ഇത്രയും പഠിച്ചു. ഇത്രയും നമ്മൾ കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മൾ അനസ്തീഷ്യ എന്ന് പറഞ്ഞ ഭാഗവും കംപ്ലീറ്റ് ആക്കി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്തിരുന്നത്? അനസ്തീഷ്യയിൽ നമ്മൾ എന്തൊക്കെ ഗ്യാസസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതേമാതിരി ഇൻഡ്യൂസിങ് ഏജൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? സ്കെൽറ്റൽ മസിൽ റിലാക്സന്റ് കഴിഞ്ഞു. ഒരുവിധം എന്തായി അനസ്തീഷ്യയുടെ ഭാഗം പഠിച്ചു. അനസ്തീഷ്യയിൽ പഠിക്കാനുള്ള ഒരു പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ നമ്മൾ പഠിച്ചു, ഗ്ലൈക്കോപാരലേറ്റ്. കുറച്ചുകൂടി പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ഉണ്ട്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൽ ഞാൻ പറഞ്ഞുതരാം അല്ലേ? നമുക്ക് അല്ലെങ്കിൽ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറൽ അനസ്തീഷ്യ കഴിഞ്ഞു. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡിസ്കസ് ചെയ്തോ? ഇല്ലല്ലോ. പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തോ?
അല്ലെങ്കിൽ ഇവിടെ OT വർക്ക് ചെയ്യുന്ന എല്ലാവരും OT ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ OT നമ്മൾ അനസ്തേഷ്യ മുന്നേ കൊടുക്കുന്ന ഡ്രഗ്സ് ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടും. ഒന്ന് പറയാമോ അനസ്തേഷ്യക്ക് മുന്നേ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ്? ആന്റിഎമറ്റിക്സ് കൊടുക്കും. ആന്റിഎമറ്റിക്സിന് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് മെയിൻ എന്താണ്? എന്താണ്? ഒണ്ടാൻസെട്രോൺ അല്ലേ? എംസെറ്റ് അല്ലേ കൊടുക്കുക? ഒണ്ടാൻസെട്രോണിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ 5-HT3 ആന്റഗോണിസ്റ്റ് ആണ് കേട്ടോ. 5-HT3 ആന്റഗോണിസ്റ്റ് ഇതാണ് ഇതിന്റെ മെക്കാനിസം കേട്ടോ. ഒന്നും അറിഞ്ഞിരിക്കണേ. രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്, രണ്ടാമത് എന്ത് ഡ്രഗാണ് നമ്മൾ കൊടുക്കുക? വോമിറ്റ് ആന്റിഎമറ്റിക്സ് കൊടുത്തു. എന്താണ് ഒരു സർജറി എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആണ് അല്ലെ? വളരെ സ്ട്രെസ്ഫുൾ കണ്ടീഷനോട് നമ്മുടെ ബോഡി പോകുമ്പോൾ നമുക്ക് സ്ട്രെസ് അൾസേഴ്സ് ഉണ്ടാവും അല്ലെ? ഈ സ്ട്രെസ് അൾസേഴ്സ് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. വെരി ഗുഡ്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് പാൻറ്റോപ്രസോൾ. നമ്മൾ പാൻറ്റോപ്രസോളിന്റെ മെക്കാനിസം നമ്മൾ എന്താ പഠിച്ചത്? ഇത് എന്ത് ചാനലിലാണ് ഇൻഹിബിറ്റ് ചെയ്യണ്ടായിരുന്നത്? ഒന്ന് പഠിക്കും കേട്ടോ. നേരത്തെ ക്ലാസ്സിലുണ്ട് ഇതിന്റെ മെക്കാനിസം. പാൻറ്റോപ്രസോളിന്റെ ആ പ്രോട്ടോൺ പമ്പിന്റെ H+K+ATPase പമ്പ് ഇതാണ് ബ്ലോക്ക് ചെയ്യുന്നത്. H+K+ATPase പമ്പ് ഇതിനെയാണ് ബ്ലോക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനസ്തേഷ്യക്ക് മുന്നേ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ അല്ല. സ്ട്രെസ്. യെസ്, വെരി ഗുഡ്. ആന്റി ആങ്സൈറ്റി ഡ്രഗ്. എന്താണ്? ആൽപ്രാക്സ് കൊടുക്കുക. ആൽപ്രാക്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ബെൻസോഡയസെപ്പിൻ. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു ഹിപ്നോട്ടിക്സ് ആൻഡ് സെഡേറ്റീവ്സ് അല്ലേ? ഇറ്റ് ഈസ് എ ബെൻസോഡയസെപ്പിൻ. അതിന്റെ എക്സാമ്പിൾ എന്താണ്? ഡയാസെപ്പം. സോ പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? ഡയാസെപ്പം. പിന്നെന്തൊക്കെയാണ്? അൽപ്രാസോളം. അൽപ്രാക്സിന്റെ കണ്ടന്റ് എന്താണ്? അൽപ്രാസോളം എക്സെട്ര കേട്ടോ. ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്രീഷൻ കുറയ്ക്കണം അല്ലെ? അനസ്തേഷ്യയിൽ ഇൻറ്റുബേറ്റ് ചെയ്യണേക്കാട്ടും മുന്നേ സെക്രീഷൻ കുറയ്ക്കണം. ഈ സെക്രീഷൻ കുറച്ചില്ലെങ്കിൽ നമ്മുടെ ഈ സലൈവി ഗ്യാസ്ട്രിക് കണ്ടൻസ് ഒക്കെ തിരിച്ച് ലങ്സിൽ കയറിയിട്ട് ലങ്സിൽ ന്യൂമോണിയ ഉണ്ടാക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് സെക്രീഷൻ കുറയ്ക്കണം. സെക്രീഷൻ കുറയ്ക്കാനുള്ള നമ്മൾ ഡ്രഗ് ഇപ്പൊ തന്നെ പഠിച്ചു, ആന്റി സെക്രട്ടറി ഡ്രഗ്. വെരി ഗുഡ്. ഗ്ലൈക്കോപൈറലേറ്റ് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും കൊടുക്കണോ? പിന്നെ നമ്മൾ പ്രോ കൈനറ്റിക് ഏജന്റ് കൊടുക്കും. പ്രോ കൈനറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയലിന്റെ കണ്ടൻസ് ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ആക്ച്വലി അതെല്ലാം പുഷ് ഫോർവേഡ് ചെയ്യണം. ഒന്നും തിരിച്ചു വരാൻ പാടില്ല. അപ്പൊ പ്രോ കൈനറ്റിക് ഏജന്റ് കൊടുക്കും. പ്രോ കൈനറ്റിക് ഏജന്റ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ മെറ്റോക്ലോപ്രമൈഡ് അല്ലെങ്കിൽ ഡോംപെരിഡോൺ. ഇതിന് ആക്ച്വലി ആന്റിഎമറ്റിക് എഫക്റ്റും ഉണ്ട്. ആന്റിഎമറ്റിക്സ് ആണ്, പക്ഷെ ഇതൊരു പ്രോ കൈനറ്റിക് ഏജന്റ് ആണ്. എല്ലാ കണ്ടൻസിനും അടിയിലേക്ക് പുഷ് ചെയ്യും കേട്ടോ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും എഴുതുക. ഈ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പ്രീ അനസ്തേഷ്യക്ക് മുന്നേ കൊടുക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിക്കുന്നത്. നമ്മൾ ആന്റിബയോട്ടിക് കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രീ അനസ്തെറ്റിക് ആന്റിബയോട്ടിക് കവറേജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ അതിന് ഓർമ്മിപ്പിക്കുക കേട്ടോ. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞോളൂ. ഈ റെഗ്ലാൻ നമ്മൾ കൊടുക്കില്ല, അത് ശരിക്കും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? റെഗ്ലാൻ ഇഞ്ചക്ഷൻ. റാൻഡാക്ക് ആണോ? ആ, റാൻഡാക്കും റെഗ്ലാനും കൊടുക്കില്ലേ? റെഗ്ലാൻഡിന്റെ കണ്ടന്റ് എന്താണ്? റെഗ്ലാൻ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് പറയൂ കണ്ടന്റ് എന്താന്ന് പറയുന്നത്. റാൻടാക്ക് ഉണ്ടല്ലോ, റാൻടാക്ക് ആദ്യം അവിടെ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈൻസിൽ നമ്മൾ റാൻടാക്ക് പറയുന്നില്ല. കാരണം നമ്മള് റാൻടാക്ക് എന്താണ്? റാനിറ്റഡീൻ അല്ലേ? റാനിറ്റഡീൻ സിമിറ്റഡീൻ ഈ ക്ലാസ് ഓഫ് ഡ്രഗ് അല്ലേ? നമ്മൾ നേരത്തെ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ ചാപ്റ്റേഴ്സിൽ, അത് ഗ്യാസ്ട്രിക് അൾസറിന്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് കുറെ കൺട്രീസിൽ ബാൻഡ് ആണ്. കാരണം എന്താണ്? ഇതിന്റെ ഉള്ളിലൊരു N-methyl എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്. ഇത് ക്യാൻസറസ് ആണ്, കാർസിനോജനിക് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ബാൻഡ് അല്ല കേട്ടോ. സാർ റെഗ്ലാന്റെ കണ്ടന്റ് മെറ്റോക്ലോപ്രമൈഡ് ഒക്കെ വരുന്നത് സോഡിയം. അപ്പൊ മനസ്സിലായില്ലേ? മെറ്റോക്ലോപ്രമൈഡ് ഡോംപെരിഡോൺ കൊടുക്കുന്നത് പ്രോ കൈനറ്റിക് ഏജന്റ് ആയിട്ടാണ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. അപ്പൊ നമ്മൾ ഇതും പഠിച്ചു. ഇതും ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. അപ്പൊ നമ്മൾ ജനറൽ അനസ്തീഷ്യ കവർ ചെയ്തു. ഇതിന്റെ കൂടെ നമുക്കൊരു 10 മിനിറ്റ്സും കൂടി എടുത്തിട്ട് നമുക്ക് അഡ്രിനർജിക്കിലേക്ക് ഒന്ന് സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാം. എന്നാലും നമ്മുടെ അടുത്ത ക്ലാസ്സിൽ അഡ്രിനർജി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അതായത് ഫാർമക്കോളജിയിൽ ബേസിക്സ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. നമ്മളിപ്പോ
തിയറി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ റുട്ടീൻ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലും കുറെ റൂട്ടീൻ പ്രാക്ടീസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഉണ്ട്. ഈ ഡ്രഗ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്ലി ചോദിക്കാറുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അഡ്രിനർജിക്കലി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് പറഞ്ഞിട്ട് നമുക്ക് പോവാം. നമ്മൾ ഈ ഡയഗ്രാം നമ്മൾ വീണ്ടും ഓർക്കണം അല്ലെ? ഈ ഒരു ഡയഗ്രാമാണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. ഇത് നമ്മൾ കോളിനർജിക് സിസ്റ്റം ആന്റി കോളിനർജിക്സും കഴിഞ്ഞു അല്ലെ? നമ്മൾ അഡ്രിനർജിക് സിസ്റ്റം. അപ്പൊ അഡ്രിനർജിക് സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞില്ല, അഡ്രിനർജിക് സിസ്റ്റം ആക്ടിവേറ്റ് കഴിഞ്ഞാൽ ഹാർട്ടിൽ എന്തുണ്ടാവുന്നു? ഹാർട്ട് റേറ്റ് കൂടുന്നു, ബി പി കൂടുന്നു അല്ലെ? ഹാർട്ട് റേറ്റ് കൂടുന്നു, ബി പി കൂടുന്നു. ഇതാണ് അഡ്രിനർജിക് സിസ്റ്റം. ക്ലിയർ ആണെങ്കിലും ഒന്ന് പറയണേ. വിഷ്വൽ ക്ലിയർ ആണോ? സ്ക്രീൻ ക്ലിയർ ആണോ? Yes, sir. അപ്പൊ അഡ്രിനർജിക് സിസ്റ്റത്തിൽ എന്താണ്? അഡ്രിനർജിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹാർട്ടിനെ എന്തെങ്കിലും സ്റ്റിമുലേറ്റ് ചെയ്യും. ഒരാൾ ഓടുന്ന പിക്ചറാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ആൾക്ക് എന്ത് വേണം? ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കണം, പിന്നെ ബി പിയും കൂടണം അല്ലെ? ലങ്സിൽ എന്തുണ്ടാവണം? ബ്രോങ്കോ ഡൈലറ്റേഷൻ. ഒരുപാട് ബ്രോങ്കസ് ഡൈലേറ്റ് ചെയ്തിരുന്നാലാണ് ഒരുപാട് ശ്വാസം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കണ്ണ് തുറന്നിരിക്കണം, മിഡ്രിയാറ്റിക് ആയിട്ടിരിക്കണം. ഓക്കെ. പിന്നെ ബ്ലാഡറിൽ എന്താണ്? ബ്ലാഡർ നമുക്ക് ആക്ടിവേറ്റ് ആകുമ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ബ്ലാഡർ കൺസ്ട്രക്ട് ആയിട്ടിരിക്കണം. അതേമാതിരി GIT-യിൽ എന്താണ്? നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ GIT-യിൽ മൂവ്മെന്റ് ഒക്കെ കുറയ്ക്കണം, സ്പിങ്ക്ടർ ഒക്കെ ടൈറ്റ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് അഡ്രിനർജിക് സിസ്റ്റത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ അഡ്രിനർജിക് സിസ്റ്റത്തിന്റെ റിസെപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ്? ആൽഫ റിസെപ്റ്റേഴ്സും ബീറ്റ റിസെപ്റ്റേഴ്സും. നമ്മൾ കോളിനർജിക് പഠിച്ച മാതിരി തന്നെ പഠിക്കാൻ പോണേ. കോളിനർജിക്കാട്ടും എളുപ്പമാണ് അഡ്രിനർജിക്. ഒരു 1 hour ലെക്ചർ കൊണ്ട് നമുക്ക് ഫുള്ള് കഴിക്കാൻ പറ്റും. അഡ്രിനർജിക്കിന് എന്താണ്? റിസെപ്റ്റേഴ്സ് എന്താണ്? ഒന്ന് പറയാമോ? ആൽഫ റിസെപ്റ്റേഴ്സ് ആൽഫ റിസെപ്റ്റേഴ്സ് ബീറ്റ റിസെപ്റ്റേഴ്സ്. ഓക്കെ. ആൽഫ 1 റിസെപ്റ്റർ ഉണ്ട്, ആൽഫ 2 റിസെപ്റ്റർ ഉണ്ട്, ബീറ്റ 1 റിസെപ്റ്റർ ഉണ്ട്, ബീറ്റ 2 റിസെപ്റ്റർ ഉണ്ട്, ബീറ്റ 3 റിസെപ്റ്റർ ഉണ്ട് അല്ലെ? ആൽഫയിൽ 2 എണ്ണം, ബീറ്റയിൽ 3 എണ്ണം അല്ലെ? എളുപ്പമല്ലേ? അല്ലെ? എളുപ്പമല്ലേ? അപ്പോ ഇതിന്റെ ആക്ഷൻസ് നമുക്കൊന്ന് പഠിക്കാം. ആൽഫന്റെയും ബീറ്റേന്റെയും ഒക്കെ ആക്ഷൻസ് നമുക്ക് പഠിക്കാം. ആൽഫയിൽ നമ്മൾ എന്തുണ്ട്? ആൽഫ 1 ഉണ്ട്, ആൽഫ 2 ഉണ്ട്. ആൽഫ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻലി ബ്ലഡ് വെസലിലാണുള്ളത്. ഈ ബ്ലഡ് വെസൽ ഇത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്ലഡ് വെസൽ ആണെങ്കിൽ ബ്ലഡ് വെസലിനെ ടൈറ്റ് ആക്കും, കൺസ്ട്രക്ട് ചെയ്ത്. ബ്ലഡ് വെസലിനെ കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് എന്തുണ്ടാവും? ഇതിനെ വിളിക്കുന്നതാണ് വേസോ കൺസ്ട്രക്ഷൻ. എന്താ വിളിക്കുന്നത്? വേസോ കൺസ്ട്രക്ഷൻ. വേസോ കൺസ്ട്രക്ഷൻ ചെയ്ത് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഇൻക്രീസ് ബി പി കൂട്ടുന്നു അല്ലെ? അപ്പൊ ആൽഫ 1 റിസെപ്റ്റർ എന്താ ചെയ്യുന്നത്? ബ്ലഡ് വെസലിനെ കൺട്രാക്ട് ചെയ്തിട്ട് ബി പി കൂട്ടുന്നു. ഓക്കെ. ഈ ആൽഫ 2 റിസെപ്റ്റർ ഞാൻ എവിടെയുള്ളതെന്ന് പറയാം. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഇത് നമ്മുടെ നെർവ് ആണെന്ന് വിചാരിക്കാം. ഈ നെർവ് നിന്ന് ഇവിടെയാണല്ലോ നമ്മുടെ അഡ്രിനാലിനും നോറഡ്രിനാലിനും റിലീസ് ചെയ്യുന്നത്. അഡ്രിനാലിൻ അല്ലെങ്കിൽ നോറഡ്രിനാലിൻ റിലീസ് ചെയ്തു. അപ്പോൾ ആൽഫ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കി എല്ലാ റിസെപ്റ്റേഴ്സും ആൽഫ 1, ബീറ്റ 1, ബീറ്റ 2, ബീറ്റ 3 ഇതൊക്കെ അപ്പുറത്തെ സൈഡിലുള്ളത്. പക്ഷെ ഈ ആൽഫ 2 മാത്രം ഇവിടെയാണുള്ളത്. അപ്പൊ ഈ ആൽഫ 2ലേക്ക് അഡ്രിനാലിൻ അല്ലെങ്കിൽ ആൽഫ 2 ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്രിനാലിനും നോറഡ്രിനാലിൻ അളവ് കുറയും. യൂഷ്വലി കൂടുതലല്ല വേണ്ടേ. പക്ഷെ ഈ ആൽഫ 2 എന്ന് പറയുന്ന സാധനം ഒരു കൺട്രോളർ ആണ്. എന്താണ്? ഇതൊരു റെഗുലേറ്റർ ആണ്. റെഗുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡ്രിനാലിന്റെയും നോറഡ്രിനാലിന്റെയും ലെവൽ കുറയ്ക്കും. ബാക്കിയുള്ള എല്ലാ സാധനവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാതും ലെവൽ കൂട്ടുന്ന സാധനങ്ങളാണ് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ആൽഫ 2 സ്റ്റിമുലേറ്റ് ചെയ്ത് എന്താ ഉണ്ടാവുക? ആൽഫ 2 സ്റ്റിമുലേറ്റ് ചെയ്ത് എന്താ? അതായത് അഡ്രിനാലിന്റെയും നോറഡ്രിനാലിന്റെയും അളവ് കുറയ്ക്കും. ഓക്കെ. അപ്പൊ ബി പിയും ഹാർട്ട് റേറ്റും കുറയും അല്ലേ? ഈ അഡ്രിനർജിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹാർട്ട് റേറ്റ് കൂട്ടുന്ന സാധനമല്ലേ? പക്ഷെ നമ്മളിപ്പോൾ അഡ്രിനാലിൻ കൊടുത്തപ്പോൾ ആൽഫ 2 സ്റ്റിമുലേറ്റ് ആയി. അത് കൺട്രോൾ മാറി നമ്മുടെ ശരീരം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ആൽഫ 2 സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രിനാലിനും നോറഡ്രിനാലിനും അളവ് കുറയും. അടുത്ത പഠിക്കാൻ പോകുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബീറ്റ 1 റിസെപ്റ്റർ. ബീറ്റ 1 റിസെപ്റ്റർ എവിടെയുള്ളത്? നമ്മൾ പഠിച്ചില്ലേ? ബീറ്റ ബ്ലോക്കർ എവിടെയാണ് ബീറ്റ 1 റിസെപ്റ്റർ ഉള്ളത്? ഹാർട്ടിലാണ്. ഹാർട്ടിൽ എന്തുണ്ടാവും? ബീറ്റ 1 കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റും കൂടും, ബി പിയും കൂടും അല്ലേ? മനസ്സിലായില്ലേ? ഇനി ബീറ്റ 2 എന്ന് പറഞ്ഞ സംഭവം. ബീറ്റ 2 എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതേമാതിരി തന്നെ ബ്ലഡ് വെസലിലാണ് ഉള്ളത് ബീറ്റ 2. പക്ഷെ ബീറ്റ 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽ നോർമലി ഇങ്ങനെയാണെങ്കിൽ ഇതിന് ഡയലേറ്റ് ചെയ്യാം. ഡയലേറ്റ് ചെയ്ത് എന്തുണ്ടാവും? ബി പി കുറയും അല്ലേ? അപ്പൊ ആൽഫ 1 സ്റ്റിമുലേറ്റ് ചെയ്ത് എന്തുണ്ടാവുക? ബ്ലഡ് വെസലിനെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ബി പി കൂടും അല്ലേ? ബീറ്റ 2 സ്റ്റിമുലേറ്റ് ചെയ്ത് എന്തുണ്ടാവുക?
വാസോ ഡയലേറ്റ് ചെയ്തിട്ട് ബി പി കുറയുന്നു അല്ലെ. β1 സ്റ്റിമുലേറ്റ് ചെയ്ത് എന്തുണ്ടാവുക? ഹാർട്ട് റേറ്റും ബി പിയും കൂടും. ഡയറക്ട്ലി ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബി പി ഹാർട്ട് റേറ്റും കൂട്ടും അല്ലെ. ഉം. ഇനി β3 എന്ന് പറയുന്ന സംഭവമുണ്ട്. β3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി യൂറിനറി ബ്ലാഡറിലാണ് അല്ലേ, യൂറിനറി ബ്ലാഡറിലൊക്കെ ഉള്ളത്. ഈ β2നെ പറ്റി ഒരു കാര്യം കൂടി പറയട്ടെ. ഈ β2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സ്മൂത്ത് മസിൽ റിലാക്സന്റ് ആണ്. ഈ സ്മൂത്ത് മസിൽസ് എവിടേക്കാണുള്ളത്? സ്മൂത്ത് മസിൽസ് നമുക്ക് ഒന്ന് ബ്ലഡ് വെസലിലുണ്ട്, രണ്ടാമത് നമ്മുടെ ലങ്സിൽ ബ്രോങ്കസിലുണ്ട്, പിന്നെ എവിടെയുള്ളത്? യൂട്രസിലുണ്ട്. പിന്നെ എവിടെയുള്ളത്? നമ്മുടെ യൂട്രസിലുണ്ട് അല്ലെ. ഇവിടേക്കാണ് സ്മൂത്ത് മസിൽസ് ഉണ്ട്. സ്മൂത്ത് മസിൽ റിലാക്സന്റ് ആണ്. അപ്പൊ ബ്ലഡ് വെസലിൽ β2 സ്റ്റിമുലേറ്റ് ചെയ്ത് എന്തുണ്ടാവും? ഇത് റിലാക്സ് ആവും. റിലാക്സ് കഴിഞ്ഞ് വലുതാവും അല്ലെ, ബ്ലഡ് വെസൽ റിലാക്സ്. അപ്പൊ എന്തുണ്ടാവും? ഡിക്രീസ് ബി പി. ലങ്സിൽ ഇത് സ്റ്റിമുലേറ്റ് ചെയ്തുണ്ടാവും, ലങ്സിലും ഇതിനെ റിലാക്സ് ചെയ്യും. അപ്പൊ ബ്രോങ്കോ ഡയലറ്റേഷൻ ഉണ്ടാവും. ലങ്സിൽ സ്റ്റിമുലേറ്റ് ചെയ്തുണ്ടാവും ബ്രോങ്കോ ഡയലറ്റേഷൻ അല്ലെ, ബ്രോങ്കോ ഡയലറ്റേഷൻ അല്ലെ. യൂട്രസിൽ ഇത് സ്റ്റിമുലേറ്റ് ചെയ്തുണ്ടാവും യൂട്ടറൈൻ റിലാക്സേഷൻ. ഇവിടെ കിട്ടിയോ? എവിടേക്കുള്ള β2 എവിടെയുള്ളത് ഒന്നുകൂടി പറയാമോ? ബ്ലഡ് വെസലിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി പി കുറയുന്നു. ലങ്സിനെ ഡയലേറ്റ് ചെയ്ത് എന്തുണ്ടാവും? കൂടുതൽ ശ്വാസം വരുന്നു, ബ്രോങ്കോ ഡയലേറ്റേഷൻ. യൂട്രസിനെ റിലാക്സ് ചെയ്ത് എന്തുണ്ടാവും? നമുക്കിപ്പോ ഒരു പ്രിമച്വർ ആയിട്ട് ഒരു ബേബി ഉണ്ടാവുന്നതായിരിക്കും. പ്രിമച്വർ ആയിട്ട് നമ്മൾ കൺട്രാക്ഷൻ തുടങ്ങി വെക്കുക. അപ്പൊ നമുക്ക് പ്രിമച്വർ ബേബിനെ നമുക്ക് കുറച്ചുകൂടി പ്രൊലോങ് ചെയ്യണ്ടേ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് യൂട്രൈൻ റിലാക്സന്റ് കൊടുക്കാം. മനസ്സിലായോ? β3 എവിടെയുള്ളത്? അത് യൂറിനറി ബ്ലാഡറിലാണല്ലോ. അപ്പൊ ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുമോ? ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് α1 എവിടെയുള്ളത്? α1 സ്റ്റിമുലേറ്റ് ചെയ്ത് എന്തുണ്ടാവുന്നു? ബി പി. α2 എവിടെയുള്ളത്? α2 അത് ന്യൂറോണിന്റെ പുറത്ത്, പ്രീ സൈനാപ്റ്റിക് ന്യൂറോൺ, അഡ്രിനാലിന്റെ അളവ് കുറയ്ക്കും. അല്ലെങ്കിൽ നോറഡ്രിനാലിന്റെ അളവ് കുറയ്ക്കും അല്ലെ. β1 എവിടെയുള്ളത്? ഹാർട്ടിൽ ചെയ്തിട്ടുണ്ടാവും, ഹാർട്ട് റേറ്റ് കൂടും, ബി പി കൂടും. വെരി ഗുഡ്. β2 എവിടെയുള്ളത്? ബ്ലഡ് വെസലിലുണ്ട്, ലങ്സിലുണ്ട്, പിന്നെ യൂട്രസിലുണ്ട്. വെരി ഗുഡ്. ബ്ലഡ് വെസലിലാണെങ്കിൽ ബി പി കുറയ്ക്കും, ലങ്സിലാണെങ്കിൽ ഇത് എന്ത് ചെയ്യും? ബ്രോങ്കോ ബ്രോങ്കോഡയലേറ്റേഷൻ. പിന്നെ യൂട്രസിലാണെങ്കിൽ നമ്മൾ പഠിച്ചു, നമ്മൾ അഡ്രിനർജിക് സിസ്റ്റം പഠിച്ചു. അപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് പഠിക്കാൻ പോകണം. നമ്മൾ നേരത്തെ കോളിനർജിക് സിസ്റ്റം പഠിച്ചപ്പോൾ കോളിനർജിക് അഗോണിസ്റ്റ് ആണ് പഠിച്ചത്. അപ്പൊ നമ്മൾ അഡ്രിനർജിക് സിസ്റ്റം പഠിക്കുന്നത് ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ്? അഡ്രിനർജിക് അഗോണിസ്റ്റ്. ഒരു 10 minutes കൂടി കണ്ടിന്യൂ ചെയ്തോട്ടെ. നമ്മൾ ഈ ഫ്ലോ മിസ് ആവില്ല. നമുക്കൊന്ന് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത് റിവൈസ് ചെയ്ത് പഠിച്ചു വരുമ്പോൾ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കാനായിട്ട് കൂടെ ഒരു ചെറിയൊരു സംഭവം പറയാം. ഈ ഒരു ടേം കേട്ടിട്ടുണ്ടോ? വാസോമോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിൽ. എക്സാമിന് വരാറുണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? വാസോമോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിൽ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ഇല്ല സർ, കേട്ടിട്ടില്ല. ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ്, വാസോമോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിൽ. ഇത് വളരെ എളുപ്പമാണ് കാര്യം. ഇത് അഡ്രിനാലിൻ, നമ്മളെ ആക്ച്വലി ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിത് അറിയേണ്ട ഒരു കാര്യമാണ്. അഡ്രിനാലിൻ സിസ്റ്റത്തിന്റെ മെയിൻ ഹോർമോൺ എന്താണ്? മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണ്? അഡ്രിനാലിൻ അല്ലെ. അഡ്രിനാലിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്രിനാലിൻ ഉണ്ടല്ലോ, അഡ്രിനാലിൻ നമ്മളിപ്പോ ഒരു ഹൈ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ അഡ്രിനാലിന് ഒരു പ്രത്യേകത ഉണ്ട്. അഡ്രിനാലിന് എവിടെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും? α1 പോവാം, α2 പോവാം, β1 പോവാം, β2 പോവാം, β3 പോവാം അല്ലെ. പക്ഷെ അഡ്രിനാലിന് ഒരു പ്രത്യേകത ഉണ്ട്. അഡ്രിനാലിൻ എല്ലാത്തിലും പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റും, എല്ലാത്തിന്റെ എഫക്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അഡ്രിനാസിൻ നമ്മളിപ്പോ ക്ലിനിക്കലി കൊടുക്കുന്ന ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ അഡ്രിനാലിന് പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. നമ്മളിപ്പോ ഒരു 4 mg കൊടുക്കാൻ നേരം
ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് 4 mg കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ബ്ലഡിൽ വരുമ്പോൾ നമുക്ക് 4 mg കിട്ടും. 4 mg കിട്ടുമ്പോൾ α1 റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. α1 റിസപ്റ്ററിന് ചെയ്താൽ നമ്മുടെ ബി പിക്ക് എന്താ ഉണ്ടാവുക? Increased increase. BP. കൂടും. ഓക്കെ, അപ്പൊ ഞാൻ ബി പി കൂടും. ഇൻക്രീസ് ചെയ്യുന്ന ഒരു പടം വരച്ചു, ഒരു ചാർട്ട് വരച്ചു. ബി പി ഇൻക്രീസ് ചെയ്യുന്നു, α1 സ്റ്റിമുലേറ്റ് ചെയ്തപ്പോൾ ബി പി കൂടി. ബി പി കൂടിയിട്ട് പിന്നെ ഇതിന്റെ ഈ 4 mg എന്നുള്ളത് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അളവ് കുറഞ്ഞ് 3 mg ആവും, 2 mg ആവും അല്ലെ. ഇങ്ങനെ ഡോസ് കുറഞ്ഞു വരുമ്പോൾ ലോ ഡോസ് ആവുന്ന സമയത്ത് ബി പി ഇങ്ങനെ കുറഞ്ഞു വരും അല്ലെ. കുറഞ്ഞു വരുമ്പോൾ ലോ ഡോസിൽ ഇത് സെലക്റ്റീവ്ലി β2 സ്റ്റിമുലേറ്റ് ചെയ്യും. β2 സ്റ്റിമുലേറ്റ് ചെയ്ത് എന്താ ഉണ്ടാവുക? It will reduce heart rate and BP. β2 സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടോ? മെയിൻലി ഹാർട്ട് റേറ്റ് BP പറയുന്നില്ല. decrease Decrease. ബി പി ഡിക്രീസ്. ഡിക്രീസ് ഓക്കെ, ആവും. അപ്പൊ ഇങ്ങനെ കുറഞ്ഞു. അഡ്രിനാലിൻ നമ്മൾ ബി പി കൂട്ടാൻ വേണ്ടി കൊടുത്തപ്പോൾ അഡ്രിനാലിൻ ബി പി കുറയ്ക്കുന്നു. ഇതെങ്ങനെ ശരിയാവുക അല്ലെ? ഇതിനെയാണ് നമ്മൾ വിളിക്കുക ബൈഫേസിക് റെസ്പോൺസ്. എന്താണ് ബൈഫേസിക് റെസ്പോൺസ് ഓഫ് അഡ്രിനാൽ? കേട്ടിട്ടില്ലേ ബൈഫേസിക്? ഈ ചാർട്ട്, ഈ ഒരു ഡയഗ്രാം ചോദിക്കാറുണ്ട്. ബൈഫേസിക് റെസ്പോൺസ് അതായത് ഹൈ ഡോസിൽ α1 സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സ്റ്റിമുലേറ്റ് ചെയ്ത് ഡോസ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ബി പി കുറഞ്ഞു വരുന്നു. ബി പി കുറഞ്ഞു വരുമ്പോൾ സമയത്ത് ലോ ഡോസ് ആവുന്ന സമയത്ത് β2 സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. β2 സ്റ്റിമുലേറ്റ് ചെയ്ത് എന്തുണ്ടാവും? ബി പി കുറയുന്നു അല്ലെ. ഇപ്പൊ ഇതിനെന്താ വിളിക്കുക? ബൈഫേസിക് റെസ്പോൺസ് അല്ലെ. ഇതെല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന സംഭവമാണ്, പക്ഷെ എളുപ്പം. ഹൈ ഡോസിൽ α1 സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ലോ ഡോസിൽ β2 സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പക്ഷെ അഡ്രിനാലിന് എല്ലാ റിസപ്റ്ററിനും സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ക്ലിയർ ആണോ? സാറ് ഡൗട്ട് ചോദിച്ചോട്ടെ, എൻഗ്ലക്സിന് ഇതിനകത്ത് നിന്ന് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും സാറേ ചോദിക്കുന്നത്? എന്തിനാണ്? എൻഗ്ലക്സ് സാറിന്റെ ഒന്നുകൂടി പറയാമോ? ഈ ഫാർമക്കോളജിന്ന് നമുക്ക് എൻഗ്ലക്സ് സാറിന് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്? ഞാൻ ക്വസ്റ്റ്യൻ ബാങ്ക് അത്രയും കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ എൻക്ലിക്സിന്റെ ഇപ്പൊ ക്വസ്റ്റ്യൻ ബാങ്ക് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് റിവ്യൂ ചെയ്തിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു തരാം. ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എനിക്ക് ഇല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഞാൻ പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ വാസോമോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസോമോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാസോമോട്ടർ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ബി പി കൂടുന്ന സാധനമാണ്. അപ്പൊ ബി പി കൂടുന്ന സാധനം നമ്മൾ റിവേഴ്സ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോ ആൽഫേനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംഭവം, ഒരു ആൽഫ ബ്ലോക്കർ കൊടുത്തു വരിക. ആൽഫ ബ്ലോക്കർ കൊടുത്തതിന് ശേഷം നമ്മൾ അഡ്രിനാലിൻ കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈ ഒരു സംഭവം ഉണ്ടാവും, ഈ ഒരു ചേഞ്ച് ഉണ്ടാവും. ഇല്ല. നമ്മളിപ്പോ ആദ്യം വെറുതെ അഡ്രിനാലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു, ഗ്രാഫ് ഇങ്ങനെ വന്നു അല്ലെ. ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു ആൽഫ ബ്ലോക്കർ കൊടുത്തു. ആൽഫ ബ്ലോക്കർ എന്ന് പറഞ്ഞാൽ ഈ സംഭവം ബ്ലോക്കായി അല്ലെ. ആൽഫ ബ്ലോക്കർ കൊടുത്തിട്ട് അഡ്രിനാലിൻ കൊടുത്ത് എന്തുണ്ടാവും? നമ്മുടെ ബി പി കുറയും അല്ലെ. β2 മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യുള്ളൂ അല്ലെ. ആൽഫ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൽഫ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അല്ലെ. ക്ലിയർ ആണോ? അപ്പൊ ആൽഫ ബ്ലോക്കർ കൊടുത്തിട്ട് അഡ്രിനാലിൻ കൊടുക്കുമ്പോൾ നമുക്ക് ബി പി കുറയും. ഇതിനെയാണ് വാസോമോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിൽ എന്ന് വിളിക്കുക കേട്ടോ. വാസോമോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിൽ. ക്ലിയർ ആണോ? സാർ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരുമോ? സിമ്പിൾ അല്ലേ. അഡ്രിനാലിന്റെ ബി പി കൂട്ടാനുള്ള കാരണം എന്താണ്? അഡ്രിനാലിൻ കൊടുക്കുമ്പോൾ ബി പി കൂടാനുള്ള കാരണം എന്താണ്? കണക്ഷൻ പോയി. α1 ബൈൻഡ് ചെയ്യും. ഒരു സെക്കൻഡ്, കണക്ഷൻ ഒന്ന് പോയായിരുന്നു. സെക്കൻഡ്. ക്ലിയർ ആണോ? ഇപ്പൊ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നത്. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ. α1 ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ബി പി കൂടുന്നത് അല്ലെ. β2 ബൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ബി പി കുറയുന്നത്. അപ്പൊ ഞാനൊരു കാര്യം പറയാണ്, ഞാനിപ്പോ അഡ്രിനാലിൻ കൊടുക്കണേക്കാട്ടും മുന്നേ ഒരു പേഷ്യന്റിന് ആൽഫ ബ്ലോക്കർ കൊടുത്തു. എന്താണ്? ആൽഫ ബ്ലോക്കർ കൊടുത്തു. ആൽഫ ബ്ലോക്കർ കൊടുക്കുമ്പോൾ ഈ ആൽഫ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് കിടക്കുക. ആൽഫയ്ക്ക് അഡ്രിനാലിൻ വന്നു കഴിഞ്ഞാൽ ആൽഫയിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആൽഫ ബ്ലോക്കർ കൊടുത്തിട്ട് ഞാൻ അഡ്രിനാലിൻ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ചേഞ്ച് കാണും, ഈ ബി പി കൂടുന്ന സംഭവം കാണും. ഇത് കാണൂ, ഈ ബി പി കൂടുന്ന സംഭവം കാണും? കാണില്ലല്ലോ. അപ്പൊ ഓൺലി β2 മീഡിയേറ്റഡ് വാസോ ഡയലറ്റേഷൻ ആൻഡ് ഡിക്രീസ് ബി പി മാത്രമേ കാണുള്ളൂ. അപ്പൊ അഡ്രിനാലിൻ കൊടുക്കുമ്പോൾ യൂഷ്വലി ബി പി കൂടേണ്ടതാണ്.
പക്ഷെ ആൽഫ ബ്ലോക്കർ കൊടുത്തിട്ട് അഡ്രിനാലിൻ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? ബി പി കുറയുന്നു. ഇതിനെയാണ് വാസോ മോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ സാറ് പറഞ്ഞില്ലേ α1 α2 എല്ലാത്തിലും ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അത് വേറൊന്നിലും പോയി ബൈൻഡ് ചെയ്യത്തില്ലേ? അതായത് അഡ്രിനാലിൻ എല്ലാത്തിലും ബൈൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറയട്ടെ, ഇത് എളുപ്പമായിട്ട് പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അഡ്രിനാലിന് ആൽഫ 1 ബൈൻഡ് ചെയ്യാം. അപ്പൊ ആൽഫ 2 ബൈൻഡ് ചെയ്തെന്നുണ്ടാവും, കുറച്ച് അഡ്രിനാലിന്റെ സെക്രേഷൻ കുറയും. ബീറ്റ 1 ബൈൻഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഹാർട്ട് റേറ്റ് കൂടും, കുറച്ച് ബി പിയും കൂടും. പക്ഷെ ആ ബി പി കൂടുന്നതിനെക്കാട്ടും ബി പി കുറയ്ക്കാനായിട്ട് കഴിവുണ്ട് ബീറ്റ 2 ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടാണ് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ റിസപ്റ്ററും പറഞ്ഞു വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും. ഏറ്റവും സിമ്പിൾ ടേംസിൽ പറയാനാണ് ആൽഫ 1 ഹൈ ഡോസിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡോസ് നമുക്ക് ആദ്യം തന്നെ കൂടി വരുമ്പോൾ ബി പി കൂടി, പിന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡ്രഗ് പതുക്കെ പോകാൻ തുടങ്ങുമ്പോൾ ബി പി കുറഞ്ഞു വരും, നോർമൽ ആവാൻ തുടങ്ങും. പക്ഷെ നോർമലായിട്ട് ബി പി വളരെ, അതായത് ഡ്രഗിന്റെ അളവ് ശരീരത്തിൽ ഒരുപാട് കുറഞ്ഞു വരുമ്പോൾ ബീറ്റ 2 ബെറ്റർ സ്റ്റിമുലേറ്റ് ആവും. അപ്പോൾ ബി പി കുറഞ്ഞു വരും, അല്ലേ? അപ്പൊ നമ്മളൊരു ഒരാൾ ഡെയിൽ എന്ന് പറഞ്ഞ ഒരാൾ എക്സ്പെരിമെന്റ് ചെയ്തതാണ്. അഡ്രിനാലിൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ ആൽഫ ബ്ലോക്കർ ആദ്യം കൊടുത്തു. ആൽഫ ബ്ലോക്കർ ആദ്യം കൊടുത്തപ്പോൾ എന്തുണ്ടായി? ആൽഫ ബ്ലോക്കർ ആദ്യം കൊടുത്തപ്പോൾ നേരെ പേഷ്യന്റെ ബി പി കുറഞ്ഞു, ബി പി കൂടുന്നതിന്റെ പകരം. അപ്പൊ ഇതിനൊരു വളരെ ഇമ്പോർട്ടന്റ് യൂസ് ഉണ്ട്. അതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഈ ഒരു കണ്ടുപിടുത്തമാണ് നമുക്ക് ഫിയോക്രോമോസൈറ്റോമ. ഫിയോക്രോമോസൈറ്റോമ ഈ അസുഖത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഫിയോക്രോമോസൈറ്റോമ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഫിയോക്രോമോസൈറ്റോമ എന്ന് പറഞ്ഞത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ അഡ്രിനൽ മെഡുലയുടെ ഒരു ട്യൂമർ ആണ് കേട്ടോ. എവിടെ ഒന്നുകൂടി എന്താണ് ഫിയോക്രോമോസൈറ്റോമ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനൽ ഗ്ലാൻഡിന്റെ അതായത് നമ്മുടെ കിഡ്നിയുടെ മേലെയുള്ള അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഒരു ട്യൂമറാണ്. അഡ്രിനൽ ഗ്ലാൻഡാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? അഡ്രിനാലിൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ അഡ്രിനാലിന്റെ അളവും നോർ അഡ്രിനാലിന്റെ അളവ് വളരെ കൂടുതലാണ്, അല്ലെ? വളരെ കൂടിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പേഷ്യന്റ് സർജറി ചെയ്യണം, ഈ ട്യൂമർ എടുത്ത് കളയണം. പക്ഷെ സർജറി ചെയ്യുമ്പോൾ നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡ് ഒന്ന് തൊട്ട് കഴിഞ്ഞുണ്ടല്ലോ, വീണ്ടും അഡ്രിനാലിൻ നോർ അഡ്രിനാലും ഒക്കെ റിലീസ് ചെയ്യും. പേഷ്യന്റ് ബി പി വന്നിട്ട് പേഷ്യന്റ് ഹാർട്ട് ഡാമേജ് ആയിട്ട് പേഷ്യന്റ് ഡെഡ് ആയി പോകും. അപ്പൊ അഡ്രിനാലിൻ നമ്മൾക്ക് എന്തുകൊണ്ടാണ്? അഡ്രിനാലിൻ ഹൈ ഡോസിലാണ് പേഷ്യന്റ് ശരീരത്തിലുള്ളത്. ഹൈ ഡോസിൽ അഡ്രിനാലിൻ ഏത് റിസപ്റ്ററാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക? ആൽഫ 1 സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ബി പി കൂടും. പേഷ്യന്റ് ബി പി കൂടിക്കൊണ്ടിരിക്കണം. പക്ഷെ ഈ പേഷ്യന്റ് ശരീരത്തിൽ ഒരിക്കലും അഡ്രിനാലിന്റെ അളവ് കുറയുന്നില്ല, ഡോസും കുറയുന്നില്ല. അതുകൊണ്ട് ബീറ്റ 2 എഫക്ട് ഉണ്ടാവുന്നില്ല, ഈ ഒരു എഫക്ട് ഉണ്ടാവുന്നില്ല. എപ്പോഴും ബി പി കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു പേഷ്യന്റ് നമ്മൾ ആദ്യം എന്താ കൊടുക്കണ്ടേ? ആൽഫ ബ്ലോക്കർ അല്ലേ കൊടുക്കണ്ടേ? ഈ പേഷ്യന്റ് നമ്മൾ ആൽഫ ബ്ലോക്കർ കൊടുക്കണം, അല്ലെ? ആൽഫ ബ്ലോക്കർ കൊടുത്താൽ എന്തുണ്ടാവും? പേഷ്യന്റ് ഈ ബി പി കൂടുന്ന സംഭവം കുറയുന്നു. പിടി കിട്ടിയോ? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. ഇങ്ങനെ ഒരു പേഷ്യന്റ്, ഈ പേഷ്യന്റ് ശരീരത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലെ? ബി പി കൂടണം, ആൽഫ 1 കാരണം ബി പി കൂടിയിട്ട് ഒരുപാട് അഡ്രിനാലിൻ കൂടിക്കൊണ്ടിരിക്കുക പേഷ്യന്റ് ശരീരത്തിൽ. ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ ബീറ്റ 2 ഉണ്ട്, അല്ലെ? ഇപ്പൊ ഞാൻ ആൽഫ ബ്ലോക്കറിന്റെ പകരം ഞാൻ ഈ പേഷ്യന്റ് ഞാൻ അറിയാണ്ട് ബീറ്റ ബ്ലോക്കർ കൊടുത്തു. ഞാൻ ബീറ്റ ബ്ലോക്കർ കൊടുത്ത പേഷ്യന്റ് എന്താ ഉണ്ടാവുക? ബീറ്റ ബ്ലോക്കർ കൊടുത്തേ ബീറ്റ ബ്ലോക്കർ കൊടുത്തേ അല്ല, ബി പി കുറയുന്ന സംഭവം ഉണ്ടാവില്ല. ഇത് ഓൾറെഡി നടക്കുന്നില്ല. ബീറ്റ ബ്ലോക്കർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ? അഡ്രിനാലിൻ ഇവിടെയും പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്, ഇവിടെയും പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇതിലിപ്പോ 100 അഡ്രിനാലിൻ ഉണ്ടെങ്കിൽ, അല്ല 1000 അഡ്രിനാലിൻ ഉണ്ടെങ്കിൽ ഇതിലൊരു 700 അഡ്രിനാലിൻ ഇവിടെ പോയി ബൈൻഡ് ചെയ്യുന്നുണ്ട്, ഒരു 300 ഇവിടെയും പോയി ബൈൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? അങ്ങനെയുള്ള ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടുന്നത് നമുക്ക്. പക്ഷെ ഞാൻ ബീറ്റ ബ്ലോക്കർ ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബീറ്റ ബ്ലോക്കർ ഈ ബീറ്റ ഉള്ളതുകൊണ്ടാണ് കുറച്ചും കൂടി ബി പി കുറച്ചെങ്കിലും കുറയുന്നത് പേഷ്യന്റ്, കുറച്ചെങ്കിലും കുറയുന്നത്. പക്ഷെ വലുതായിട്ട് കുറയുന്നില്ല, കുറച്ചെങ്കിലും കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനോട് ബ്ലോക്ക് ചെയ്തെന്നുണ്ടാവും? ഈ 300 എണ്ണം കൂടി ബാക്കിയുള്ളത് ഇതും കൂടി ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് പേഷ്യന്റ് ബി പി നന്നായി കൂടും, പേഷ്യന്റ് മരിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും ഫിയോക്രോമോസൈറ്റോമ ഉള്ള പേഷ്യന്റിന് ആദ്യം ബീറ്റ ബ്ലോക്കർ കൊടുക്കരുത്, ആദ്യം ആൽഫ ബ്ലോക്കറെ കൊടുക്കാൻ പാടും. ക്ലിയർ ആണോ? അല്ലേ? ഇതൊരു നല്ലൊരു കൺസെപ്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയുന്നില്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റ് പോയിട്ട് ബീറ്റ ബ്ലോക്കർ കൊടുത്താൽ എന്തുണ്ടാവും? ഇത് ആൽഫ 1 കാരണം, ഇത് ബീറ്റ 2 കാരണം. നമുക്കിപ്പോ ഒരു ഫിയോക്രോമോസൈറ്റോമ ഉള്ള പേഷ്യന്റെ ശരീരത്തിൽ 1000 എന്തുണ്ട്? അഡ്രിനാലിൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 1000 അഡ്രിനാലിൻ ഉണ്ടെങ്കിൽ അതിൽ 700 എണ്ണം
ആൽഫയിൽ പോയി ബൈൻഡ് ചെയ്തിട്ട് ബി പി കൂട്ടാൻ ശ്രമിക്കുന്നു. അതിലൊരു 300 എണ്ണം എന്ത് ചെയ്യുന്നു, ബീറ്റ 2 ബൈൻഡ് ചെയ്തിട്ട് ബി പി കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മളൊരു പേഷ്യന്റ് നമ്മൾ അറിയാണ്ട് ബീറ്റ ബ്ലോക്കർ കൊടുത്തു. ഈ ബീറ്റ ബ്ലോക്കർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 300 എണ്ണത്തിന് ബൈൻഡ് ചെയ്യാൻ സ്ഥലമില്ല. അപ്പൊ ഇവരും കൂടി എന്ത് ചെയ്യും, ഇവരും കൂടി പോയിട്ട് ആൽഫ 1 സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ മൊത്തത്തിൽ 1000 ആൽഫ 1 സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബി പി കൂടും, പേഷ്യന്റ് മരിച്ചു. അല്ലേ? അല്ല ഉണ്ടാവുന്നേ? സർ യെസ് sir. യെസ്. അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ വാസമോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിലി പഠിക്കുന്നത്. മനസ്സിലായി? വാസമോട്ടർ റിവേഴ്സൽ ഓഫ് ഡെയിലി നമ്മൾ എന്താ ചെയ്യുന്നത്, ആൽഫ ബ്ലോക്കർ കൊടുക്കുന്നു, എന്നിട്ട് അഡ്രിനാലിൻ കൊടുത്തു നോക്കുന്നു, അപ്പൊ ബി പി കുറയുന്നു. ഇത് എന്തിനാ മനസ്സിലാക്കുന്നത്, നമ്മൾ ഫിയോക്രോമിയുള്ള സൈറ്റോമിയുള്ള പേഷ്യന്റിന് ഫസ്റ്റ് ആൽഫ ബ്ലോക്കറെ കൊടുക്കാൻ പാടുള്ളൂ. തെറ്റോട് കൂടി പോലും ബീറ്റ ബ്ലോക്കർ കൊടുക്കാൻ പാടില്ല. കാരണം രണ്ടും ബി പി കുറയ്ക്കുന്ന ഡ്രഗ്സ് ആണ്, ആൽഫ ബ്ലോക്കറും ബീറ്റ ബ്ലോക്കറും. പക്ഷെ ബീറ്റ ബ്ലോക്കർ തെറ്റി കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യന്റ്, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പേഷ്യന്റ് ഹാർട്ട് റേറ്റും ബി പിയും കൂടി പോകുന്നു, പേഷ്യന്റ് മരിച്ചു പോകും. ഫസ്റ്റ് ഓൾവേസ് ഗിവ് ആൽഫ ബ്ലോക്കർ ഫോർ ഫിയോക്രോമോസൈറ്റോമ, ദെൻ ഓൺലി യു ഷുഡ് ഗിവ് ബീറ്റ ബ്ലോക്കർ. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ സർ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതിനാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സർ. ക്ലാസ്സിൽ എന്തെങ്കിലും Okay, ചേഞ്ചസ് thank you. വരുത്തുന്നുണ്ടോ, എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ പറയണേ. നല്ല ക്ലാസ് ആണ്. എന്തെങ്കിലും മാറ്റങ്ങൾ വരാത്തുണ്ടെങ്കിൽ പറയണം കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങൾ ചേഞ്ച് വരുത്തുന്നെങ്കിൽ